എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. കാശ്മീർ, നേപ്പാള്, നോർത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിലൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജയിലിൽ ഏകദേശം 2 മാസത്തോളം കഷ്ടങ്ങൾ അനുഭവിക്കുവാനും ഇടയായി. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ജീവിതത്തിൽ അതൊരു ഭാഗ്യമായ പദവിയായ ദേവദാസൻ കരുതുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളോട് പറയുന്നല്ലോ, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്ന്. എന്നാൽ ജീവിതത്തിൽ ആ ഭക്തിയോടെ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരും. എന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുന്നത് ആറ്. പൗലോസ് പറഞ്ഞതുപോലെ ഒന്നിനും, നഗ്നതയ്ക്കോ കഷ്ടതയ്ക്കോ ആപത്തിനോ വാളിനോ ഒന്നിനും നമ്മെ ഒരു ദൈവവൈതലിനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയത്തില്ല. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. പ്രിയപ്പെട്ട എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്നാൽ നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് ഈ ഒരു സാക്ഷ്യം മുഖാന്തരമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ ജോയ്സ് ടിവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ സന്തോഷമായിരിക്കുന്നല്ലോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട്. ഓക്കെ പാസ്റ്റേ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. പ്രത്യേക പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനുമായിട്ടുള്ള കർത്താവേ, ഹല്ലേലൂയായും ദൈവസന്നിധി ഞങ്ങളായിരിക്കുന്ന കർത്താവേ, അത് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനത് കാരണമായി തീരണം. അനേകരെ കർത്താവിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിൽ ഹല്ലേലൂയ ബലവും ശക്തിയും പ്രാപിക്കുവാൻ, ആത്മീക ജീവിതത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് കർത്താവെ സാക്ഷ്യം മുഖാന്തരമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ് പാസ്റ്റേ. താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ പാസ്റ്റേ. ദേവദാസന്റെ പേര്, എവിടെ നിന്നാണ് നമ്മോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞാലേ നമ്മുടെ കേൾവിക്കാർക്ക് അത് അനുഗ്രഹമാകുമല്ലോ. എൻ്റെ പേര് ജോസ് തോമസ് എന്നാണ്. എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലാണ് എൻ്റെ വീട്. കൊട്ടാരക്കര കരിക്കം എന്ന സ്ഥലത്താണ്. റൈറ്റ് നൗ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനാപുരത്തിൻ്റെ അടുത്ത് പട്ടാഴി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മഴയുടെയൊക്കെ കാരണത്താൽ വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഒത്തിരി നന്ദിയുണ്ട് പാസ്റ്റേ. അത്രയും ദൂരത്തിലൊക്കെ കടന്നുപോയി കർത്താവിൻ്റെ ഒരു സാക്ഷിയായി അതിനുള്ള ഒരു മനസ്സ് കർത്താവിൻ്റെ ദാസൻ കാണിച്ചതിന് ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ. പാസ്റ്റേ, ജീവിതത്തിൽ കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ നാമത്തിലൂടെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നെന്നാൽ അതിലൊക്കെ കടക്കുന്നതിന് മുന്നമേ തന്നെ ഞാൻ കർത്താവിൻ്റെ ദാസനോട് ചോദിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ്റെ പിന്നെ മാതാപിതാക്കളെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് ചെയ്താട്ടെ. എൻ്റെ പിതാവ് ഒരു ശുശ്രൂഷകനാണ്. സുശേഷ വേലയിൽ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ നമ്മുടെ മൺമറഞ്ഞ ശ്രേഷ്ഠ ദേവദാസൻ പാസ്റ്റർ ആശാരദേശിയുടെ കൂടാണ്. ആശാരദേശിയുടെ ശുശ്രൂഷ മുഖാന്തരമാണ് രക്ഷിക്കപ്പെടുകയും അങ്ങനെ ആശാരദേശിയുടെ ശുശ്രൂഷയുടെ കൂടെ ഹെൽപ്പറായി അവരുടെ മിനിസ്ട്രിയുടെ കൂടെ ആയിരുന്നു ദീർഘവർഷങ്ങൾ. മാതാവ് 2004 ഇതിൽ പ്രവേശിച്ചു. എനിക്ക് രണ്ട് സഹോദരങ്ങളാണ്. ഏറ്റവും മൂത്തത് എൻ്റെ സിസ്റ്ററാണ്. പുല്ലൂർ എന്ന സ്ഥലത്താണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ ആൾ ഞാൻ. ഏറ്റവും ഇളയ ആള് അനിയൻ വിവാഹിതനാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. ഗവൺമെന്റ് സർവീസിലാണ്. അങ്ങനെ ഒരു ചെറിയ ഫാമിലി ഞങ്ങളുടെ. പിന്നെ വിദ്യാഭ്യാസം, ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ, പ്രൈമറി വിദ്യാഭ്യാസം കൊട്ടാരക്കരയിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പട്ടാഴി. ബൈബിൾ കോളേജിൽ എവിടാ പാസ്റ്റർ പഠിച്ചേ? ബൈബിൾ കോളേജ് നാട്ടിലും പഠിച്ചു. നാട്ടില് ചെറുവക്കൽ ബൈബിൾ കോളേജ്
കോളേജ് ആയൂര് IPCയുടെ. എന്നിട്ട് ഗ്രേസ് ബൈബിൾ കോളേജിൽ പോയി. ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജാണ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തത്. 2003 ഗ്രാജുവേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ പാസ്റ്റേ, കർത്താവ് സഹായിക്കട്ടെ. ദേവദാസന്റെ രക്ഷയുടെ അനുഭവം, യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് ദേവദാസൻ രക്ഷകനായി സ്വീകരിച്ചത്? പപ്പ പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ സുശേഷനായത് ഒരിക്കലുമല്ല. ഈ സുശേഷയോട് യാതൊരു ഇൻട്രസ്റ്റും എനിക്കില്ലായിരുന്നു. കാരണം ഈ സുശേഷയുടെ കഷ്ടപ്പാടെ കണ്ട് വളർന്നുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ആ വഴി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചില്ല. ജോലി ചെയ്ത് ജീവിക്കണം തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോഴൊക്കെ പിതാവ് എൻ്റെ അടുത്ത് പറയായിരുന്നു, ഞാനെടുത്ത വ്യവസായം അടുത്തത് എടുക്കേണ്ടത് നീയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പപ്പയായിട്ടൊക്കെ വളരെ തർക്കിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരിക്കലും ഞാൻ എനിക്ക് സുശേഷ വേല ചെയ്യണം, എനിക്ക് കഷ്ടപ്പെടാൻ ആഗ്രഹമില്ല ഇതേപോലെ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പിതാവിൻ്റെ വാക്ക് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ആക്റ്റീവായിരുന്നു. എന്നാൽ ഒരു പൂർണ്ണസമയ സുശേഷനായി തീരണമെന്ന് ഞാൻ ഒരിക്കൽ മനസ്സുകൊണ്ട് പോലും ഞാൻ വിചാരിച്ച വ്യക്തി ആയിരുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഹൈസ്കൂൾ ഇത് +2 കഴിഞ്ഞ് ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഫൈനൽ സമയത്തായിരുന്നു എനിക്ക് പെട്ടെന്നൊരു രോഗം പിടിപെട്ട്, ടൈഫോയിഡ് പിടിപെട്ട് ഞാൻ കിടപ്പിലായിപ്പോയി. അത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർക്ക് മനസ്സിലാകുന്നത് എന്തോ രോഗമാണ്, നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ഒരു 3 മാസത്തോളം ഞാൻ ബെഡിൽ തന്നെ ആയിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ അവശനായി, വളരെ ശോഷിച്ച് ശരീരമൊക്കെ പോയി. അങ്ങനെ വീട്ടില് ദേവദാസന്മാരും ദൈവമക്കളും ഒക്കെ വന്ന് പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ പലരും പല സഹതാപത്തോടെ നോക്കി, ഇനി രക്ഷയില്ല, ഇനി രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് ആ രീതിയിൽ ചർച്ചകൾ വരികയൊക്കെ ചെയ്തു. ഞാൻ അങ്ങനെ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവശനായി കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയായിരുന്നു 3 മാസം. അത് ഒരു ദിവസം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോഴൊക്കെ പാസ്റ്റർമാർ പറയും, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് ഈ പൈതൽ ചെയ്യേണ്ട ആളാണ് എന്നൊക്കെ പാസ്റ്റർമാരും പ്രവാചകന്മാരൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അന്നേരം യാതൊരു അനുതാപം തോന്നിയില്ല. ഒരു ദിവസം അപ്പൊ എൻ്റെ കൂടെ പഠിച്ച സ്കൂളിലെ കോളേജിലെയൊക്കെ സ്റ്റുഡൻസ് ഒക്കെ വരികയും അവര് ഒക്കെ ഇങ്ങനെ വന്ന് കണ്ടുപോവുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് എന്തോ ഒരു അവസാനിക്കാൻ പോകുന്നുള്ള ഒരു പ്രതീതി ഉണ്ടായി. ഡെഡ് ബോഡി കാണാൻ ആൾക്കാർ വരുന്നത് പോലെ ലൈനായിട്ടൊക്കെ വന്ന് കണ്ട് പോകുമ്പോൾ എൻ്റെ മനസ്സ് പിടയാൻ തുടങ്ങി. ഇനി രക്ഷയില്ല, ഇനി അങ്ങനെയൊക്കെ ആൾക്കാർ ചർച്ച ചെയ്ത് ഞാൻ ചെവി കൊണ്ട് കേട്ട്. അപ്പോഴെല്ലാം അവസാനിക്കുന്നു എന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ ഭയം തോന്നി. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഞാൻ വലിയൊരു അനുതാപം എൻ്റെ ഹൃദയത്തിലുണ്ടായി, ഒരിക്കലും ഇല്ലാത്തതുപോലെ. അതുവരെ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. കണ്ണിൽ അത് നനഞ്ഞ് ഇങ്ങനെ എൻ്റെ ബെഡ്ഷീറ്റ് എല്ലാം നനഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ കരഞ്ഞു, ദൈവമേ എന്നെ ഇപ്പൊ വിളിക്കരുത്, എനിക്കിനി ഐ വാണ്ട് ടു ലീവ്, എനിക്കിനി ജീവിക്കണം. അങ്ങനെ ഞാൻ ദിവസം കരഞ്ഞു. എനിക്ക് പുതിയ ജീവിതം തന്നാൽ, എനിക്കൊരു പുതിയ ജീവിതം ഇവിടുന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങയുടെ ഇഷ്ടത്തിന് ജീവിക്കാം കർത്താവേ എന്ന് ഞാൻ കരഞ്ഞ് രാത്രിയിൽ എൻ്റെ ബെഡിൻ്റെ അടുത്ത് തന്നെ മമ്മി താഴെ കിടന്നുറങ്ങായിരുന്നു. എന്നെ 2-3 പേര് പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ കരഞ്ഞ് അർദ്ധരാത്രിയിൽ ഇങ്ങനെ കെട്ടുകിടന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, കരഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ മുറിയിലോട്ട് ഭയങ്കര വെളിച്ചം, പ്രകാശം കടന്നു വരികയും എൻ്റെ നേരെ ഇങ്ങനെ കൈ ഇങ്ങനെ വരുന്നു. ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്ന കാണുന്ന കൈ ചോര വിറ്റുവിറ്റ് വീഴുന്നുണ്ട്. എൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ വന്നു. എൻ്റെ കർത്താവിൻ്റെ ഞാൻ പെട്ടെന്ന് ചാടി, ദൈവമേ യേശുവെന്ന് വിളിച്ചാൽ ചാടി എഴുന്നേറ്റ് ഞങ്ങളുടെ ഗ്രാമത്തിലെല്ലാവരും എൻ്റെ അലർച്ച കേട്ടു. ഞാൻ എഴുന്നേറ്റ് നിന്നു. എന്നെ 2-3 പേര് ചേർന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ ഓൾ ഓഫ് എ സഡന് ചാടി എഴുന്നേറ്റ് വേർത്ത് കുളിച്ച് ഞാൻ എല്ലാവരും ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നോക്കി. പെട്ടെന്ന് എൻ്റെ വീട്ടിലെല്ലാം എഴുന്നേറ്റ് വന്നു. അതിലൊക്കെ കൂടി വന്നു, എന്താ സംഭവിച്ചത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവിനെ കണ്ടെന്നെങ്കിൽ പറയൂ. എൻ്റെ കർത്താവ് അന്ന് പോലെ എൻ്റെ ജീവിതം മാറി പറയുക ചെയ്ത്. ഞാനൊരു അന്തർമുഖനായിരുന്നു. ഞാൻ അതിന് ശേഷം എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ സ്വഭാവമെല്ലാം മറിയുന്ന ഒരു അനുഭവമായിട്ട് അങ്ങ് മാറി. ഞാൻ വളരെ ടോക്കറ്റീവായി.
ഞാൻ എല്ലാവരുടെ സുവിശേഷം പറയുക, പാട്ട് പാടുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കത്തില്ല. അതുപോലെ ഒരു ഒരു മെന്റൽ ഡിസ്റ്റർബ് പോലെ പലരും പറഞ്ഞു മെന്റൽ ഡിസ്റ്റർബ് എന്നൊരു ആൾക്കാർ പറഞ്ഞു. അതേപോലെ ഞാൻ സന്തോഷം കൊണ്ടായിരുന്നു എനിക്കിത് അത്രമാത്രം വലിയ സന്തോഷം എൻ്റെ ജീവിതത്തെ അലയടിക്കുകയും ഞാൻ അവിടെ വെച്ച് ബൈബിള് എടുത്ത് ഇങ്ങനെ നെഞ്ചോട്ട് കരഞ്ഞ് അങ്ങനെ സുശേഷകൾക്ക് വേണ്ടി സമർപ്പിച്ച് ദൈവാസന്മാരൊക്കെ വീട്ടിൽ വന്ന് അവരെ ഞാൻ മുട്ടുമടക്കി ക്ഷമ ചോദിച്ച് പപ്പയോടെ എല്ലാവരോടും ഞാൻ ദൈവം ചെയ്തോളാമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിലോട്ട് അതിനെ ദൈവാസന്മാർ പ്രാർത്ഥിച്ച് വിടുന്നത്. അപ്പോഴാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകാനുള്ള കാരണം, ദൈവത്തിലുള്ള ഡിസിഷൻ എടുക്കുന്ന കാരണം അതാണ്. ആദ്യമായിട്ട് കടന്നു പോകുന്നത് പിന്നെ ആയൂരാണല്ലോ ബൈബിൾ കോളേജിലോട്ട് പഠിക്കാനായിട്ടല്ലേ? ഈ ഒരു ആദ്യം ആയൂരാണ്. ആയൂരിൽ പോയതിനു ശേഷമാണ് ഞാൻ ഹരിയാന. ഓക്കെ. അപ്പം ബൈബിൾ സ്കൂൾ ജീവിതത്തിലെ പ്രത്യേകമാകുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ദേവദാസന് ഷെയർ ചെയ്യാനുണ്ടോ? ആദ്യം പോയ ബൈബിൾ സ്കൂളിന്റെ പേര് തന്നെ ന്യൂ ലൈഫ് എന്നായിരുന്നു. ന്യൂ ലൈഫ് ബിബ്ലിക്കൽ കോളേജ് ആണ്. അവിടെ പോയാണ് ആദ്യം ദൈവത്തിനെ പഠിക്കുകയും ഇഷ്ടമുള്ള ഓപ്പർച്യൂണിറ്റീസ് മിഷൻ അങ്ങനെ ഫീൽഡിലൊക്കെ പോകാൻ കിട്ടി. പിന്നെ അന്നത്തെ ബെസ്റ്റ് അക്കാഡമി സ്റ്റുഡൻറ് ഞാനായിരുന്നു. അങ്ങനെ വളരെ നല്ല ഒരുപാട് ബന്ധങ്ങളെ, ഒരുപാട് നല്ല നല്ല യാത്രകളെ, സുശേഷ യാത്രകളെ, പരസ്യങ്ങളെ, പിന്നെ പാട്ടൊക്കെ എനിക്ക് ഇത്തിരി ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ്. അങ്ങനെ അതിനുള്ള അവസരങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് 3 വർഷം എല്ലാം നമ്മൾ പഠിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കോളേജായിരുന്നു ഞാൻ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തത്. ഓക്കെ. പിന്നെ പാസ്റ്റർ എന്തുകൊണ്ടാണ് ഹരിയാനയിലെ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പോകാനുണ്ടായ കാരണം? ഗ്രേസ് ബൈബിൾ കോളേജ് ഇംഗ്ലീഷ് ഭാഷയോട് എനിക്ക് ഭയങ്കര, ഇംഗ്ലീഷ് ഭാഷ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല ഞങ്ങളുടെ കൂടെ പഠിച്ച അനേകർ അന്ന് ഗ്രേസ് ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടി അന്ന് ഗ്രേസിൽ പോകുന്ന പറഞ്ഞ വലിയൊരു ത്രില്ലാണ്, ആവേശമാണ് അന്നത്തെ ആ കാലത്ത്. അപ്പോഴങ്ങനെ ഞങ്ങൾ ടീമായിട്ടാണ് പോയത്. അങ്ങനെ അവരുടെ കൂടെ നമുക്ക് 3 വർഷം ഗ്രേസിൽ പഠിക്കാം, നോർത്ത് ഇന്ത്യയിൽ കാണാം. അപ്പോൾ അവിടെ പിന്നെ അവിടുത്തെ വ്യത്യസ്തമായ ഭാഷകാരവിടെ പഠിക്കുന്നത്, എല്ലാ സംസ്ഥാനക്കാരും പഠിക്കുക. അപ്പം നമ്മൾ ഒരു ഫുൾ ഇന്ത്യ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അന്നത്തെ കാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പഠിച്ച അനേകരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ചേർന്നാണ്. പിന്നെ ഞങ്ങളുടെ സ്വന്തം നാട്ടിലെയും ഞങ്ങളുടെ ചർച്ചിലെയും കുറെ ഫ്രണ്ട്സ് ഒരുമിച്ചാണ് ഞങ്ങൾ ഗ്രേസ് ബൈബിൾ കോളേജ് പഠിക്കാൻ പോയത്. ഗ്രേസിലെ എന്തെങ്കിലും പ്രത്യേകമായ അനുഭവങ്ങളുണ്ടോ പാസ്റ്റർ? ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിലും വലിയ പ്രത്യേകതകളാണ്. അവിടുത്തെ പറഞ്ഞാൽ നമ്മൾ ശക്തമായ തണുപ്പ്, ശക്തമായ ചൂട്, പിന്നെ ഈ നമ്മുടെ നാട്ടിൽ ബൈബിളിലൊന്നും വലിയ ജോലിയൊന്നും ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡും നമുക്ക് ഇതെല്ലാം ഓപ്പോസിറ്റ്. അവിടെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അവിടുത്തെ അനുഭവം. നമ്മൾ ചെന്നോട് നമ്മുടെ ഈ പേഷ്യൻസ് നമ്മൾ പഠിക്കും. പിന്നെ സഹിഷ്ണുത, ഇതൊക്കെ പിന്നെ കഷ്ടത, ഇതൊക്കെ നമുക്ക് പഠിക്കുന്ന ഗ്രേസ് ബൈബിൾ കോളേജിലാണ് ഞാൻ പഠിച്ചത്. കാരണം നമുക്ക് ഈ മാനുവൽ വർക്കുണ്ട്, മാനുവൽ വർക്ക് നമ്മൾ ജോലി ചെയ്യണം. 2 മണിക്കൂർ കൊടും ചൂടില് ഗ്രൗണ്ടില് ഈ മുൾപ്പടപ്പുള്ള അങ്ങനെയുള്ള ഈ ചെടികള് അതൊക്കെ ഗ്രൗണ്ടിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാം പിടിച്ചെടുക്കണം. ആ ജോലി ഡ്യൂട്ടിയാണ് കിട്ടിയത്. അങ്ങനെ കൂടും ചൂടാണെന്ന് ഓർക്കണം അവിടെ. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി തരും. ആ ബൈബിൾ കോളേജിൽ പണ്ട് ഞാൻ സ്കോളർഷിപ്പ് ആയിരുന്നു. പക്ഷെ കൂടുതൽ ഭൂരിപക്ഷം സ്റ്റുഡൻസും ജോലി ചെയ്ത് തന്നെയാണ് അവിടെ പഠിക്കുന്നത്. 2 മണിക്കൂർ ചെയ്താൽ മതി. പക്ഷെ അത് ചില സമയത്ത് നമ്മൾ നല്ല ഡ്യൂട്ടി കിട്ടും, ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഉള്ള ഈ വലിയ ഗ്രൗണ്ട് നമ്മൾ ഈ സ്കൂള് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ഈ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം അങ്ങ് കാട് കയറും. അപ്പൊ അതെല്ലാം നമ്മൾ പറയുന്നത് മുള്ള് കാണും. നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ 2 മണിക്കൂർ ഇരുന്ന് അത് വിളിക്കും. അങ്ങനെ അത് ബൈക്കുള്ള വലിയ അനുഭവങ്ങളാണ്. പിന്നെ നമുക്ക് ആഹാരമൊക്കെ ഗ്രേസ് ബൈക്കുള്ള ആഹാരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ നല്ല ഡെലീഷ്യസ് ഫുഡൊന്നും അല്ല. 12,000 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെ മറ്റേ നാട്ടിലെ ബൈക്കുള്ള നമ്മൾ അങ്ങനെ കഷ്ടപ്പെടാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അതിന് നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള അനുഭവങ്ങൾ. പിന്നെ ഇംഗ്ലീഷ് ഭാഷ മാത്രമേ സംസാരിക്കാൻ പറ്റൂ, മലയാളം പറഞ്ഞാൽ ഫൈൻ അടിക്കും. അങ്ങനെയൊക്കെ. പിന്നെ മണിപ്പൂരികളെ കണ്ടു, ആദ്യമായിട്ട് നേപ്പാളികളെ കണ്ടു, ബർമ്മ, പിന്നെ അങ്ങനെ പല സംസ്ഥാനങ്ങൾ ഒരുമിച്ച് എല്ലാം മിക്സഡ് ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ഭാഷ ഓട്ടോമാറ്റിക് പഠിച്ചു പോകും, കാരണം വേറെ ഒരു രക്ഷയില്ല. പിന്നെ ഇംഗ്ലീഷ് വർഷിപ്പ് നമ്മൾ പഠിക്കണം, ഇംഗ്ലീഷ് സ്പീച്ച് ചെയ്യണം, ടെസ്റ്റ് മണി പറയണം. അങ്ങനെ
ഒരു മൊത്തം ഇംഗ്ലീഷ് അറ്റ്മോസ്ഫിയറാണ് അവിടുത്തെ. അത് അങ്ങനെ അത് ഒക്കെ എൻജോയ് ചെയ്ത് പറ്റി. അങ്ങനെ 6 മാസത്തിനകത്ത് ഞാൻ സ്റ്റേജിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ദൈവം സഹായിച്ചു. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ലാസ്റ്റ് ഫൈനൽ ഇയർ ആയപ്പോൾ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ വലിയ ജീവിതം മാറ്റി മറിച്ചത് ഈ നോർത്ത് ഇന്ത്യയിൽ നിൽക്കാനുള്ള എൻ്റെ ബെസ്റ്റ് എനിക്ക് ട്രെയിനിങ് കിട്ടിയത് ഗ്രേസിൽ നിന്നാണ്. ഗ്രേസിൽ പഠിച്ച സ്റ്റുഡൻറ് എവിടെ പോലും നിൽക്കും. അങ്ങനെയാണ് അവിടുത്തെ ട്രെയിനിങ്, അങ്ങനെയാണ് ഗ്രേസ് ബാബിക്കുള്ളത്. അത് വളരെ ഒരു വലിയൊരു ഫാക്റ്റാണ്. അവിടെ നിന്ന് പിന്നെ കർത്താവ് ദാസൻ എങ്ങനെ അങ്ങോട്ടാണ് ഗ്രേസിലെ പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രേസില് പഠനത്തിന്റെ നമ്മുടെ ഈ വെക്കേഷൻ സമയത്ത് ഞങ്ങൾക്ക് പല സ്റ്റേറ്റുകളിൽ ഞങ്ങൾ പോകാമായിരുന്നു. നാട്ടിൽ വരാതെ 2 മാസം വെക്കേഷൻ. അങ്ങനെ ഞാൻ അവിടുത്തെ മറ്റു സംസ്ഥാനങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു പാസ്റ്റേഴ്സിന്റെ കൂടെ. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴാണ് നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രിയുള്ള ഇൻട്രസ്റ്റ് എനിക്ക് കൂടുകയും ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ അങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച സമയത്താണ് ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പാള്, അന്നത്തെ നമ്മുടെ ഡോക്ടർ കെ വി പോൾ പിള്ളൈ, അവിടുത്തെ ഡയറക്ടർ സാറ് എന്നെ സ്പെഷ്യലി വിളിച്ചിങ്ങനെ ചോദിച്ചു, എന്താണ് വാട്ട് ഈസ് യുവർ പ്ലാൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഡിസിഷൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. യു ഹാവ് ടു റിമൈൻ ഇൻ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു. നാട്ടിൽ പോകണ്ട, നാട്ടിൽ ഇഷ്ടം പോലെ പാസ്റ്റേഴ്സും പ്രവർത്തനങ്ങളുണ്ട്. അപ്പം നിങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് ഇപ്പം മിഷണറീസിന്റെ ആവശ്യം. അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ച് തന്നെ പുള്ളി പറയുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ആദ്യത്തെ എൻ്റെ ഫീൽഡ് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. ഞാൻ ആദ്യമായി മിനിസ്ട്രിക്ക് പോകുന്നത് ഉധംപൂർ ജില്ലയിൽ ചെനാനി എന്ന സ്ഥലത്താണ് ആദ്യമായി ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി കടന്നു വന്നത്, ഒരു പാസ്റ്ററിന്റെ കൂടെ. അതായിരുന്നു എൻ്റെ ജമ്മു കാശ്മീർ. ഞാൻ 2 വർഷത്തോളം ഉണ്ടായിരുന്നു ജമ്മു കാശ്മീർ. അവിടുത്തെ എങ്ങനെയാ ജമ്മു കാശ്മീരിൽ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ? ജമ്മു കാശ്മീരിൽ ഞങ്ങളുടെ മിനിസ്ട്രി എന്ന് പറഞ്ഞാല് അവിടെ ഈ വലിയ മലകളാണ്. അപ്പോൾ നമ്മള് രാവിലെ ഇപ്പൊ അവിടെ ഞാൻ എന്നെ കൊണ്ടുപോയ ദൈവാസന സ്കൂളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങള് പകല് ഞാൻ ആ സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞങ്ങള് ഉച്ച കഴിഞ്ഞ് ട്രാക്ടറൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പഹാഡ്, അതായത് മലയിൽ കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങി വരും. ചില അവധി സമയത്തൊക്കെ രാവിലെ പോയി വൈകിട്ട് ഇറങ്ങി വരും. അതുപോലുള്ള മലകളാണ്. വണ്ടി ചെല്ലാത്ത മലകളും ഉണ്ട്. എല്ലായിടത്തും വണ്ടി കയറത്തില്ല. വണ്ടി ചെല്ലുന്നിടത്തോളം വെച്ചിട്ട് സ്കൂട്ടി, അന്നത്തെ സ്കൂട്ടറായിരുന്നു. അങ്ങനെ ഞങ്ങള് മലയുടെ മുകളില് പിന്നെ ചെറിയ ഒരു ടൗണൊക്കെ ഉണ്ട്, അവിടെ അനേകർക്ക് പരിചയമായി. അങ്ങനെ ഞാൻ പിന്നെ തന്നെ ഒറ്റയ്ക്കും പോകുമായിരുന്നു. ഒറ്റയ്ക്കും എനിക്ക് അവിടെ നല്ല ആൾക്കാരെ പരിചയമായി. അപ്പോൾ ചെറിയ ചെറിയ ട്യൂഷൻ്റെ അവസരങ്ങളൊക്കെ വരുമ്പോൾ അവരുമായിട്ട് ഒത്തിരി ആൾക്കാർ കണക്ഷനായി എനിക്ക്. അങ്ങനെ മുസ്ലിംസാണ്, ഹിന്ദുക്കളും ഉണ്ട്. അവരോടൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെ അവരോടൊക്കെ സുവിശേഷം പറയും. അങ്ങനെ നമ്മുടെ സ്കൂളിൽ തന്നെ ചെറിയ ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. ആ ദേവാസിന്റെ പേര് സ്റ്റാൻലി എന്നാണ്. സ്റ്റാൻലി. അപ്പൊ അവിടെ ദൈവദാസനെ എങ്ങനെ ഉപയോഗിച്ചു? ആത്മാക്കളെയൊക്കെ നേടാൻ കഴിഞ്ഞോ? എങ്ങനെ അവിടെ ദൈവം ഉപയോഗിച്ചു? അത്ഭുതങ്ങളോടെ. അപ്പോൾ എനിക്ക് അന്ന് ഇത് ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി നല്ല ഹിന്ദി ഒന്നും ഫ്ലുവൻ്റ് അല്ലായിരുന്നു. ഞാൻ ഹിന്ദിക്ക് പഠിക്കുന്ന സമയം. അപ്പോൾ പേഴ്സണലി എനിക്ക് അങ്ങനെ അധികം പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ദേവാസിന്റെ കൂടെ അന്ന് ഞാൻ ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് അങ്ങനെ പഠിച്ചു വരുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ ദേവദാസന്റെ നെക്സ്റ്റ് അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത യാത്ര മധ്യപ്രദേശിലെ ഗുണ എന്ന സ്ഥലത്താണ്. ഗുണ അങ്ങനെ സ്ഥലമുണ്ട്, ഗോളിയാറിനടുത്ത്. അവിടെ ഞാൻ ഒരു ദേവാസിന്റെ ഒപ്പമായിരുന്നു. ആൽഫ എന്ന് പറഞ്ഞ ദേവാസന സ്കൂളൊക്കെ ഉണ്ട്, അവളൊപ്പം ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ ആ ദേവാസന്റെ കൂടെ അസിസ്റ്റന്റായിട്ട് വേറെ ദേവാസുണ്ടായിരുന്നു, രാജേഷ് പാസ്റ്റർ, മറ്റു ദേവാസന്മാർ. അവിടെ മറ്റു സംഘടന ആൾക്കാരൊക്കെ ഒരു മനസ്സിലുള്ളത്, അവരോടൊക്കെ ഞാൻ പോകുമായിരുന്നു. ഞാൻ ദേവാസന്മാരൊപ്പമായി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്ക് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഉള്ള മിനിസ്ട്രി അല്ലായിരുന്നു.
അവരുടെ ഒപ്പം യാത്ര അവരെ സഹകരിക്കുക, പിന്നെ മീറ്റിങ്ങിന് പാട്ട് പാടുക, അങ്ങനെയൊക്കെയുള്ള അവരുടെ ഒപ്പം പഠിക്കുന്നതിന്റെ ഒരു ഞാൻ ലേണിംഗ് പീരീഡ് ആയിരുന്നു ആ സമയത്തൊക്കെ. എൻ്റെ മിനിസ്ട്രി ആണ്. അല്ലാതെ ആത്മാക്കളെ ഒറ്റയ്ക്ക് നേടാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് പെർഫോം ചെയ്യാനുള്ള അങ്ങനെയുള്ള ഞാൻ ആയിട്ടില്ല. അവരുടെ ഒപ്പം അവരെ ഹെൽപ്പ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയായിരുന്നു ആ സമയം. ഓക്കെ. അതിനുശേഷം ദേവദാസൻ തനിയെ എപ്പോഴാണ് ഒറ്റയ്ക്ക് മിനിസ്ട്രിക്ക് ദേവദാസൻ പോയത്? തനിയെ എവിടെയാണ്? ഞാൻ ഒറ്റയ്ക്ക് അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് പാട്നയിലൊക്കെ വന്ന് ബീഹാറിൽ വന്നപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ആയി. നല്ല ഭാഷ, ഇംഗ്ലീഷ്, ഹിന്ദി കൈകാര്യം ചെയ്യാൻ പഠിച്ചു. അതിനിടയ്ക്ക് ഞാൻ പിന്നെ ജെയിംസ് എന്ന് പറഞ്ഞ ദേവാസന്റെ കൂടെ ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നേപ്പാളിൽ ഞങ്ങൾ മിനിസ്ട്രിക്ക് പോയിരുന്നു. അങ്ങനെ ഈ ഫീൽഡ് മിനിസ്ട്രി, ഗ്രാമത്തിലെ മിനിസ്ട്രി, പിന്നെ ഈ വലിയ വലിയ മലകളുടെ മിനിസ്ട്രി, അതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ പഠിക്കുകയും അവരോടൊപ്പം യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ മുമ്പോട്ടുള്ള മിനിസ്ട്രിക്ക്, ഒറ്റയ്ക്കുള്ള മിനിസ്ട്രിക്ക് അതൊക്കെ ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് എനിക്കന്ന് മനസ്സിലായി. അവരുടെ ഒപ്പം ഞാൻ യാത്ര ചെയ്യുന്നത് അതൊക്കെ ഒരു അനുഭവമായിരുന്നു. പിന്നെ ഉത്തർപ്രദേശ് പാട്നയിൽ ഞാൻ 2020 ഒക്കെ 2012 ആ സമയത്തൊക്കെ ആയിരുന്നു ഞാൻ പാട്ന വന്നത്. അപ്പോഴ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു മിഷന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യും. അപ്പൊ അവിടെയുള്ള ദേവാസനാണ് എനിക്ക് ഫീൽഡ് തന്നത്. അതായത് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഫീൽഡ് എനിക്ക് തരികയും ഞാൻ പാട്നയിലായിരുന്നു ആദ്യമായി ഞാൻ ഫീൽഡിലോട്ട് ഒറ്റയ്ക്ക് വീട് വാടകയ്ക്കൊക്കെ എടുത്ത് മിനിസ്ട്രി ആയിട്ട് അന്ന് ഞാൻ ഇറങ്ങുന്ന ഫീൽഡ് അവിടെ പാട്ന വെച്ചായിരുന്നു. എങ്ങനെയായിരുന്നു പാസ്റ്റർ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പറയാമോ പാസ്റ്റർ? അവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ ഒരുപാട് വിശ്വാസികള് ഈ പാട്നയിൽ ഓൾറെഡി പല ദേവാസന്മാരൊക്കെ ഉണ്ടായതുകൊണ്ട് അവര് നമുക്ക് ഗൈഡൻസ് തരും. നമ്മള് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോഴും ഞാന് അങ്ങനെ ആ സ്ഥലങ്ങളിൽ പോയി. അപ്പൊ നമ്മൾ എല്ലായിടത്തും പോകാൻ നോക്കത്തില്ല. അവർ നമുക്ക് അഭിപ്രായങ്ങൾ അറിയണം. കാരണം ഈ മറ്റ് സുശേഷ വിരോധികളൊക്കെ ഇല്ലാത്ത ഏരിയയിൽ നമ്മൾ ആദ്യം പ്രവർത്തിക്കാൻ പറ്റൂ. അങ്ങനെ അവിടെ ഞങ്ങൾ പരിചയപ്പെടുകയും ഹിന്ദിക്കാരായ ആൾക്കാരെ ഞാൻ വിളിക്കുകയും അങ്ങനെ അഞ്ചോളം പേര് ആ കാലത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വിളിക്കുകയും, അന്നൊന്നും ഇന്നത്തെ കാലത്ത് പോലെ ആരും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കത്തോലുമില്ല. അതായത് എന്താ ഇവിടെ നടക്കുന്നത് അങ്ങനെ ആരും ചോദിക്കരുത്. അന്ന് അങ്ങനെ നമുക്ക് പേടിയോ ഭയമൊന്നും ഇല്ലാത്തൊരു കാലമാണ് ഉത്തർപ്രദേശിലും UP-യിലൊക്കെ. ഇന്നത്തെ പോലെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. നമുക്ക് ഫ്രീഡം ആയിരുന്നു. നമുക്ക് യോഗം നടത്താം, മീറ്റിംഗ് നടത്താം, നമുക്ക് ഫിലിം നടത്താം, ട്രാക്ട് കൊടുക്കാം, നോ പ്രോബ്ലം. അന്നത്തെ കാലത്ത് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു തടസ്സങ്ങളില്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആ സമയത്തൊക്കെ ബീഹാർ UP-യിലൊക്കെ. അപ്പോഴ് അങ്ങനെ 5 പേരെ അവിടെ എൻ്റെ റൂമിൽ വിളിക്കുകയും അവിടെ ആദ്യമായിട്ട് ആരാധന തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. അവിടെ ദേവദാസന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകമാകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും ശുശ്രൂഷ മണ്ഡലത്തില് അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാല് പിന്നെ അവരുടെ വിശ്വാസം വളരെ, ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ വിശ്വാസം ഭയങ്കര ഇതാണ്. നമ്മുടെ നാട്ടിലെ വിശ്വാസം ഒക്കെ ഞാൻ കുറ്റം പറയുമല്ല, പക്ഷെ അവര് ഭയങ്കരമായിട്ട് കരഞ്ഞ് അല്ലെങ്കിൽ ഭയങ്കര ദൈവഭയം യേശു അങ്ങനെ അവർ അനുഭവം കാണുകയും ബീഹാറികളായ അവിടുത്തെ ആൾക്കാർ വേറെ ഒരു സംസ്ഥാനക്കാരുണ്ടായിരുന്ന ആ സമയത്ത് അയൽവക്കത്തുള്ള ആൾക്കാര് ഒക്കെ നമ്മളെ ഭയങ്കര റെസ്പെക്റ്റാ ചെയ്യുന്നത്. കാരണം കർത്താവിനെ അറിയുന്ന അല്ലെങ്കിൽ കർത്താവിനെ സേവിക്കുന്നവര് ഉള്ള നമ്മുടെ സ്വഭാവം, നമ്മുടെ താഴ്മ, സ്നേഹം, അതൊക്കെ അവർ പറയുകയാണ് ഞങ്ങളുടെ മതത്തില്
മറ്റ് വിഭാഗത്തിലെ ആൾക്കാരിൽ ഇത്രയും കൈൻഡായിട്ട് ഇടപെടുന്ന കണ്ടിട്ടില്ല. ഞങ്ങളാണെങ്കിൽ മറ്റുള്ളവർ കൊണ്ട് പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളാ ഇങ്ങനെ പറഞ്ഞ് ആദ്യമായിട്ട് കേൾക്കുന്നത് ആ ഇന്നയാൾ കൊണ്ട് പ്രാർത്ഥിക്കൂ, ഇന്നയാൾ കൊണ്ട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ആരാധന സ്ഥലത്ത് പോയാൽ ഞങ്ങളങ്ങനെ മറ്റുള്ളവർ കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. ഞങ്ങൾ പോവുക, തൊഴുക, വീട്ടിൽ പോവുക. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആരാധനാ സ്ഥലത്ത് വരുമ്പോഴാണ് ഞങ്ങൾ അത് കേൾക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് അപ്പുറമായിട്ട് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നത് അത് അവർക്ക് ഭയങ്കര വലിയ കെയർ പോലെ തോന്നും. അങ്ങനെ അവർ തന്നെ മറ്റുള്ളവരെ കൊണ്ടുവരികയും സംബന്ധിക്കുകയും ആരാധനയിൽ കൊണ്ടുവരികയും നമ്മുടെ പാട്ടുകളൊക്കെ വലിയ ഇഷ്ടവും. നമ്മുടെ ക്ലാസിക്കൽ പാട്ട്, അതായത് ഹിന്ദി പാട്ടുണ്ട്, മുത്തിദില യേശുവിന, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പാട്ടുകൾ എല്ലാവർക്കും ആശ്വാസം. പാട്ട് തന്നെ മതി എന്നവർ പറയുന്നത്, അത് തന്നെ ആശ്വാസം കേൾക്കാൻ. അങ്ങനെ അവർക്ക് വലിയ മാറ്റം ഉണ്ടായി. അങ്ങനെ ഈ വരുന്നവർ തന്നെ മറ്റുള്ളവരെ കൊണ്ടുവരികയും അങ്ങനെ അവിടെ നല്ല ആ നാട്ടിലെ ആൾക്കാർക്കും ഒക്കെ സന്തോഷമായി. ഞങ്ങളുടെ അന്ന് ഫാമിലി കുഞ്ഞ് അവർ ഞങ്ങളെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നാട്ടുകാരൊക്കെ ആശ്വാസമായി എല്ലാ വീട്ടിലും പോവുകയും എല്ലാവരും സഹകരിക്കുകയും ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ള ഒരു അനുഭവം അവർക്കും ഫീൽ ചെയ്യാനായിട്ട്. ഓക്കെ പാസ്റ്റേ, അപ്പം അവിടെ എത്രത്തോളം ആത്മാക്കൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ദേവദാസൻ? ഞാൻ അവിടെ നിന്ന് ഏകദേശം 1.5 വർഷത്തോളം ഞാൻ ഉണ്ടായിരുന്നു. അത് അവസാനം 10-20ഓളം. പിന്നെ കുറച്ച് മലയാളികളും വരാൻ തുടങ്ങി. അവിടെ ഹോസ്പിറ്റലില് സ്റ്റാഫ് ഒക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി 10-20ഓളം ആൾക്കാർ അവിടെ ആരാധനയ്ക്ക് സംബന്ധിക്കാൻ ഇടയായി തീർന്നു പാട്നയില്. പിന്നെ ഞാൻ പാട്നയ്ക്ക് അടുത്തുനിന്ന് പാട്നയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറി ഒരു സ്ഥലത്തോട്ട് മാറി ഇടയായി തീർന്നു. കാരണം ഞങ്ങളുടെ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയുടെ നിർദ്ദേശപ്രകാരം പോയത്. ദേവദാസൻ എപ്പോഴാണ് ദേവദാസൻ UP-യിൽ കടന്നു വന്നത്? UP-യില് ഞാൻ ഈ പാട്നയ്ക്ക് സമീപദേശ സ്ഥലത്ത് നിന്ന് ഒരു എമർജൻസി ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രവർത്തനം UP-യിൽ വേണം എന്ന് ചിന്തിക്കുകയും എന്നെ വിട്ടാൽ കൊള്ളാം എന്ന് ചിന്തിക്കുകയും അങ്ങനെ ഞാൻ UP-യിൽ പോകാനിടയായി തീർന്നത്. അതായത് പാട്നയിൽ നിന്നും 160 കിലോമീറ്റർ ഉള്ളിൽ ബലിയ എന്ന ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഞാൻ ആദ്യമായിട്ട് UP പ്രവർത്തനം ആരംഭിക്കുന്നത്. അതായത് 2015 ഞാൻ ഉത്തർപ്രദേശിലെത്തുന്നത്. ഉത്തർപ്രദേശിലെ മിനിസ്ട്രിയെ കുറിച്ച് ദേവദാസിന് ഒന്ന് പറയാം. ഉത്തർപ്രദേശും UP വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. കാരണം ഭാഷ നോ പ്രോബ്ലം, എല്ലാം സെയിം ടു സെയിം ബോർഡർ ആയതുകൊണ്ട് അതുകൊണ്ട് വലിയ വ്യത്യാസമായിട്ട് തോന്നിയില്ലെന്ന്. കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത് UP-യിലെ ആൾക്കാരായിരുന്നു ഉത്തർപ്രദേശിനേക്കാൾ. കാരണം ഞാൻ കുറച്ചും കൂടെ അവിടുത്തെ ആൾക്കാർ കോപ്പറേറ്റീവാണ്. അവിടെ പോയി റൂം എടുത്തു. ഒരു മുസ്ലിം ഡോക്ടറുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. എന്നിപ്പോ അറസ്റ്റ് ചെയ്ത സമയത്ത്, അതായത് ഈ 10-11 വർഷം ഒരു വീട്ടിൽ തന്നെ താമസിച്ചത്. നല്ല വീട്. അവിടെ താമസിച്ച് എന്നിട്ട് ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് അവിടെ അങ്ങ് പെട്ടെന്ന് ഹാളൊന്നും കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ചെറിയൊരു ടൗണിലാണ് ഞാൻ താമസിച്ചത്. നമ്മുടെ പ്രവർത്തന മേഖലകൾ എന്ന് പറഞ്ഞാൽ വില്ലേജ് മിനിസ്ട്രിയാണ്. വില്ലേജിലാണ് നമ്മുടെ പ്രവർത്തനം. അപ്പൊ ഞങ്ങൾ ആ ടൗണിൽ നിന്ന് തന്നെ ഒരു 3 കിലോമീറ്റർ 4-5 ഒരു 10 കിലോമീറ്റർ സറൗണ്ടിങ്ങിലായിരുന്നു ഞങ്ങളുടെ
മിനിസ്ട്രിയുടെ എൻ്റെ ഇത് ഏരിയ. അപ്പോൾ അവിടെ വില്ലേജിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കടന്നില്ല. വില്ലേജിൽ വിസിറ്റ് ചെയ്യുകയും സന്ദർശിക്കുകയും ആൾക്കാരെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു. അതിന് മുമ്പ് ഒരു ചെറിയ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ അങ്ങോട്ട് വിട്ടത്. കാരണം അവിടെ ഇവിടുത്തെ പാസ്റ്റർ വിട്ടിട്ട് പോയി, ആ ഫീൽഡ് വിട്ടുപോയി. അങ്ങനെ ഞാൻ ഉൾപ്പെട്ട് നിന്ന സംഘടനക്കാരാണ് പറഞ്ഞ ആ ഫീൽഡ് എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വിടുകയും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഓൾറെഡി 2 വിശ്വാസി ഉണ്ടായിരുന്നു. 2-3 പേരെ ഉള്ളു, 2-3 കുടുംബക്കാരുള്ളായിരുന്നു. അതുകൊണ്ട് അവര് കെയർ ഓഫിൽ ഞാൻ അത് എക്സ്പാൻഡ് ചെയ്ത്, മിനിസ്ട്രി എക്സ്പാൻഡ് ചെയ്യുകയും പിന്നെ ചെറിയ മീറ്റിങ്ങുകളൊക്കെ നടത്തി അങ്ങനെ ആൾക്കാരെ കൂടുതൽ പരിചയപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അതാണ് ബിഗിനിങ് സ്റ്റേജ് UP-യിലെ. പാസ്റ്റർ പിന്നെ 10-11 വർഷം UP-യിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടുത്തെ മിനിസ്ട്രിയെ കുറിച്ച് ദേവദാസനൊന്ന് അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു ഗ്രാമം തുടങ്ങി 2-3-8 ഗ്രാമം നമ്മൾ വിസിറ്റ് ചെയ്യുകയും ആൾക്കാർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട ഇടയായി തീർന്നു. കാരണം ഈ വന്നവർ തന്നെ വലിയ മാറ്റം ഉണ്ടായപ്പോൾ അവരുടെ ജീവിതം കണ്ടു തന്നെ ആൾക്കാർ ഈ ക്രിസ്തുമതം സ്വീകരിക്കാൻ ഇടയായി തീർന്നു. കാരണം ഈ മതത്തിലെ രക്ഷ, സന്തോഷം, ഈ മതത്തിൽ വന്നവർ അവർക്ക് വലിയ മാറ്റം ഉണ്ടായി, നീറ്റ് ആൻഡ് ക്ലീൻ ആയി. എല്ലാവരും വലിയ മാറ്റം, സോഷ്യലി മാറ്റം ഉണ്ടായി, എല്ലാ രീതിയിലും അവർക്ക് മാറ്റം ഉണ്ടാകുന്ന കണ്ടു. മറ്റെങ്ങും അത് കാണാത്തതുപോലുള്ള വലിയ മാറ്റം. പിന്നെ മറ്റ് അനാവശ്യമാകുന്ന ഭയം അവരിൽ വിട്ടുപോകും. പൈശാചികമാകുന്ന ഭയമുണ്ട്, അതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വന്ന് ഇത് ഒരു ചെലവുമില്ല. മറ്റു മതങ്ങളായിരുന്നപ്പോൾ ഒരുപാട് പണച്ചെലവ്, അവർ ജീവിതം അങ്ങനെ പെട്ടുപോയി കിടക്കുന്ന അവസ്ഥയാണ്. ഇതിൽ വന്നപ്പോൾ അവര് ഫ്രീ ആയി, എല്ലാം സൗജന്യമായി ദൈവം കൊടുക്കുകയും അവർക്ക് ഒരിക്കലും കേൾക്കാത്ത ഉപദേശങ്ങള്, കള്ളു കുടിക്കരുത്, അല്ലെങ്കിൽ മറ്റു ഈ ലഹരി ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇല്ല. ആരും പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇങ്ങനെ ചേരുന്ന അവർ വിശ്വസിക്കുന്ന അതിൽ ആൾക്കാർ പോലും അതിലെ വലിയ അതിലെ അവരുടെ ലീഡേഴ്സ് പോലും പറഞ്ഞു കൊടുക്കത്തില്ല. പക്ഷെ ഈ നമ്മുടെ വിശ്വാസത്തിൽ വന്നപ്പോഴാണ് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ മോറലായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ മോറലായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയും അനേക കുടിച്ച് ഒറ്റടക്കുന്ന ആൾക്കാരെല്ലാം മാറി. എനിക്ക് ഒരുപാട് വേണമെങ്കിൽ തെളിവ് സഹിതം ഞാൻ ഒരു ദിവസം വേണമെങ്കിൽ കാണിക്കാം. അതുകൊണ്ടൊക്കെയുള്ള അങ്ങനെയുള്ള ഈ ഓടെ കിടന്ന ആൾക്കാർ വരെ എല്ലാം റെഡിയായി ടിപ്ടോപ്പായിട്ട് ടോട്ടലി അവരെ മാറി. ഒരു ഗ്രാമം മൊത്തത്തിൽ മാറിപ്പോയി. അങ്ങനെ ആ സമൂഹത്തിലെ അത് ആ ഗ്രാമത്തിന്റെ പേര് ചനായർ എന്ന് പറയും. 2 ഗ്രാമം മെയിൻലി, ചന്തായൽ എന്ന് പറയും, ചന്തായൽ, പിന്നെ ഒരു ബസാരിക്കാപ്പൂർ, അങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായ പേരുകളാണ്. സിസോട്ടാർ, ബസരിക്കാപ്പൂർ, സിക്കന്ദർപൂർ, എല്ലാം ഗ്രാമങ്ങൾ. അങ്ങനെ അപ്പൊ എനിക്ക് ആദ്യം വണ്ടിയില്ലായിരുന്നു, സൈക്കിളാ. വേറെ നല്ല റോഡൊന്നും ഇല്ല, കണ്ടത്തി കിടക്കെ പോണം, മഴ പെയ്തപ്പോ. പിന്നെ എനിക്കൊരാൾ ബൈക്ക് തന്നു. അങ്ങനെ ബൈക്കിൽ പോകത്തുള്ളൂ, അങ്ങനെയുള്ള റോഡുകളാണ്. ചെറിയ വഴികളൊക്കെ കയറി പോകണം, വലിയ ഗ്രാമങ്ങളാണ്. പക്ഷെ ആ ഗ്രാമങ്ങളിലൊന്നും എന്നോട് ആരും എന്നെ എതിർത്തൊന്നും അങ്ങനെ സംസാരിച്ചിട്ടൊന്നും ഇവര് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഗ്രാമങ്ങളിലൊക്കെ നല്ല വെൽക്കം ആയിരുന്നു, നല്ല കാലാവസ്ഥയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഗ്രാമങ്ങളിലൊക്കെ നല്ല സുന്ദരമായി, നമ്മുടെ നാട്ടിലുള്ള പച്ചപ്പും വയലുകളും ഉള്ള. അവർ എല്ലാ കൃഷിക്കാരാണ്, എല്ലാവരും നല്ല കൃഷിക്കാരാണ്. കൃഷിയാണ് അവരുടെ മെയിൻ വരുമാന മാർഗം. അങ്ങനെ അവർക്ക് നമ്മുടെ പാട്ട്, പ്രാർത്ഥന ഒക്കെ ഇഷ്ടമായി. അവർക്ക് പിന്നെ ഈ കൂട്ടായ്മ ഇഷ്ടമാണ്. അവർ വിശ്വാസികളുടെ വരുന്ന ഡോളക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉള്ള പാട്ട്. അവർക്ക് വേറൊരു ഭാഷയാണ്. അവർക്ക് ഭോജ്പുരി എന്ന് പറഞ്ഞ ഭാഷയാണ് ഉപയോഗിക്കുന്നത്, ഭോജ്പുരി. അപ്പൊ അതിലെ പാട്ടൊക്കെ എനിക്ക് അറിയാം, പക്ഷെ സംസാരിക്കാൻ അറിയത്തില്ല, കുറച്ചൊക്കെ അറിയാം. മോക്കാണെങ്കിൽ ഫുൾ അറിയാം, A to Z ഭോജ്പുരി അറിയാം. അങ്ങനെ ഹിന്ദി മതി, നമുക്ക് ഹിന്ദി പറഞ്ഞു തരും, ഹിന്ദി അവർക്കും അറിയാം. പക്ഷെ അവർ തമ്മിൽ സംസാരിക്കുന്നത് അവരുടെ ഈ കൊളോക്കിയൽ ലാംഗ്വേജാണ്. അങ്ങനെ വിശ്വാസ എണ്ണം കൂടി.
വിശ്വാസം എണ്ണം കൂടിക്കഴിഞ്ഞപ്പോഴും ഞാനൊരു തീരുമാനമെടുത്ത് ഈ വിശ്വാസം എല്ലാവരും ടൗണിൽ ചാടിക്കാൻ. അങ്ങനെ ഞാൻ ഈ 100-ൽ അധികം വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ട് ടൗണില്, ചെറിയ ടൗണാണ്, ടൗണില് വലിയൊരു എങ്ങും ഹാള് കിട്ടാനില്ല. അതൊരു പഴയ കല്യാണ മണ്ഡപം മാരിഞ്ഞ ഹോള് കിട്ടി. അവിടെ എല്ലാവരെയും കൊണ്ടുവരികയും നമ്മുടെ നാട്ടിലെ പോലെ ഒരു ആരാധന സിസ്റ്റം, അതായത് നമ്മൾ സ്പീക്കറൊക്കെ വെച്ച് വലിയ സ്പീക്കർ ഞാൻ മേടിച്ചു. എന്നിട്ട് സിസ്റ്റം എല്ലാം മേടിച്ചു. പിന്നെ വലിയൊരു PA സിസ്റ്റം ഒക്കെ വാങ്ങി അവർക്ക് നമ്മുടെ കുറച്ചൊരു ഹൈടെക് സിസ്റ്റത്തിൽ ആരാധന നടത്താം. അവരെല്ലാം അങ്ങനെ ഒരു കൊണ്ടുവരാൻ വേണ്ടി അവരെങ്ങും ആ സിസ്റ്റം ഇല്ലായിരുന്നു അവിടെ. അവരെല്ലാം ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. പിന്നെ നല്ല യൂട്യൂബ് വഴി നല്ല ട്രാക്ക് മ്യൂസിക് ഒക്കെ വെച്ച് ആരാധിച്ച് അവർ ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ ഞങ്ങളെ മ്യൂസിക്കിൽ കൂടെ ആരാധന നടത്താൻ തുടങ്ങി. അങ്ങനെ നല്ല ഡെവലപ്പായി. എല്ലാ വിശ്വാസികളും എല്ലാം ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ അവിടെ നല്ല ടൗണിൽ ആരാധന തുടങ്ങി. പിന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും പബ്ലിക്കിനെയൊക്കെ വിളിക്കും, എല്ലാ മതക്കാരും വരും. പിന്നെ എനിക്ക് പരിചയമുള്ള ഞങ്ങളുടെ കുഞ്ഞിന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും, അപ്പോഴത്തേക്കും ഞാൻ ആ ടൗണിലെല്ലാം നല്ല സുപരിചിതനായിട്ട് മാറി. എന്നെ വിളിക്കും തോമസ് സാർ എല്ലാവരും അറിയും. ഞാൻ ഒറ്റ മലയാളി ഉള്ളു ആ ഒരു ഏരിയയിൽ, വേറെ മലയാളി ഇല്ല. അപ്പോഴ് പിന്നെ എൻ്റെ സ്നേഹിതരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളായ ടീച്ചേഴ്സ് ഒക്കെ വരികയും അങ്ങനെ വലിയ ഗ്യാതറിംഗ് ആയി ക്രിസ്മസിന്റെ പ്രോഗ്രാം നടത്തുകയും ബൈബിൾ, ന്യൂ ടെസ്റ്റ്മെന്റ് ഒക്കെ വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ വർഷങ്ങളായി നടന്നു വരിക. ഈ 12 വർഷം ഏറ്റവും വലിയ സെലിബ്രേഷൻ നടത്തുന്നതാണ് ഈ ക്രിസ്മസ്. ഞങ്ങൾ വലിയ DJ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് എല്ലാവർക്കും അറിയാം, ഗ്രാമങ്ങളിൽ എല്ലാവരും വരും, എല്ലാവർക്കും ഫുഡും ഒക്കെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ ഏരിയയിൽ അപ്പൊ ഞങ്ങളുടെ എല്ലാ ഹെൽപ്പും ഇവര് മറ്റു മതക്കാരെ ചെയ്യുന്നത്. കാരണം ആ ടൗണിലെ നമുക്ക് DJ ആയാലും പിന്നെ മറ്റ് കസേര, ലൈറ്റ്, സൗണ്ട്, വെളിച്ചം ഇതെല്ലാം അവരുടെ തന്നെ. അവരെ നമുക്കെല്ലാം വളരെ തുച്ഛമായ പൈസയൊക്കെ തരുന്നത്. പിന്നെ അങ്ങനെ ഈ ടൗണിലെ സഹകരണത്തോടെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെർമിഷനൊക്കെ വേണം, എല്ലാം അവർ ചെയ്തത്. അങ്ങനെ വളരെ അനുഗ്രഹമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഫെബ്രുവരി മാസം, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് എന്നെ ഓണം പിടിക്കുന്നത് പറഞ്ഞാൽ ഇത് യാതൊരു മുന്നറിയിപ്പും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ആരാധന സ്ഥലം 1 മാസം അടച്ചിട്ടേക്കുമായിരുന്നു. കാരണം അവിടെ പുതിയ കൺസ്ട്രക്ഷനൊക്കെ വരുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദിവസം വേറെ ഇവിടെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആരാധന പല ഗ്രാമങ്ങളിലോട്ട് മാറ്റുകയും ഞാൻ താമസിച്ച വീട്ടിൽ ഏറ്റവും അടുത്തുള്ള 10-15 പേര് വിളിച്ച് ഞാനൊരു ആരാധന നടത്തുമല്ലോ, അല്ല ഞായറാഴ്ച ഒരു വെള്ളിയാഴ്ച വേറൊരു വില്ലേജിൽ, ശനിയാഴ്ച വേറൊരു വില്ലേജിൽ, പിന്നെ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ, അങ്ങനെ 4 ഏരിയയിലോട്ട് ആരാധന നടത്തിക്കൊണ്ടുവന്നത്. അപ്പോഴാണ് ഫെബ്രുവരി മാസം 22-ാം തീയതിയിൽ ഓൾ ഓഫ് എ സഡൻ പോലീസ് ഫോഴ്സും മറ്റ് വിരോധികളായ പ്രവർത്തകരും കൂടെ കടന്നു. അവരെ കടന്നു വന്ന പാസ്റ്റർ എങ്ങനെ പിടിച്ചോണ്ട് പോയോ അവിടെ UP-ല്? ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ട് സമയത്ത് എൻ്റെ വീടായിരുന്നു, നിങ്ങളെ വീഡിയോയിലെ കണ്ടു കാണാം. ആ വീഡിയോ ആണ് ഒത്തിരി ആദ്യം എയറിലൊക്കെ വൈറലായത്. അത് അവരെ എടുത്ത വീഡിയോ ആണ്. അവര് പോലീസ് ഫോഴ്സ് ആണ് ആദ്യം വന്നത്. അവര് പുറകിലാണ് വന്നത്. അവർ വന്നു നേരെ സുവിശേഷ വിരോധികൾ പുറകെ വന്നു, പോലീസ് മുന്നേ പുറകെ വന്നു. പോലീസുകാരാണ് ഇവരെന്നാണ് വിളിച്ചത്. ഇത് ആരോ ഞാൻ താമസിക്കുന്ന ഏരിയയിലെ ആൾക്കാരെല്ലാം എന്നിട്ട് അവിടെ ആള് കൂടി. പക്ഷെ നമ്മള് പരിചയമുള്ള ആരും ഈ പ്രവർത്തകരിലില്ലായിരുന്നു. എന്നെ ഇറ്റ് മീൻസ് ഞങ്ങളുടെ ഏരിയയിലെ ആൾക്കാരല്ല ഈ പ്രവർത്തകര്. ഞങ്ങളുടെ ഏരിയയിലെ പ്രവർത്തകർ എനിക്ക് പരിചയമുണ്ട്, എല്ലാവരും എനിക്കറിയാം, അവരൊക്കെ നല്ല കോപ്പറേറ്റീവാ. ഇത് വേറൊരു സംഘടനക്കാരാണ്, ഞാൻ പേര് പറയുന്നില്ല. അവരെല്ലാം യാതൊരു മുഖവരില്ലാത്ത ആൾക്കാരാണ് എന്നെ പിടിക്കാൻ വേണ്ടി വന്നത്. അപ്പോഴ് പോലീസുകാരാണ് ആദ്യം കയറി വന്നത്. പോലീസുകാർ വന്നിട്ട് പറഞ്ഞു യഹാ ക്യാ ഹോ റഹാ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ നടക്കുന്നത്.
നിങ്ങൾ ആരാ പെർമിഷൻ തന്നെ? ഞാൻ പറഞ്ഞ് ഇനി പെർമിഷൻ എന്തിനാ, നമ്മുടെ കർണാടക പെർമിഷൻ എടുക്കുന്നുണ്ടല്ലോ സാറേ, അത് വീടല്ലേ. ഞാൻ സംസാരിക്കുന്ന പോട്ടെ, നിങ്ങൾക്ക് വീഡിയോ കാണാം. ഞാൻ നല്ല എല്ലാ റിപ്ലൈ കൊടുത്തായിരുന്നു. പാനിക്കായില്ല. വിശ്വാസികൾ പാനിക്കായി. കാരണം അവര് പാവങ്ങളാ, അവർക്ക് ഇതൊക്കെ ഈ പോലീസ് പട്ടാളത്തൊക്കെ പേടിയാ. അപ്പോഴ് അവരെ ഓക്കെ, നിങ്ങൾ വിശ്വാസം നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകവും കയ്യിലിരിക്കുന്ന പുസ്തകങ്ങള് എല്ലാം നിലത്ത് വയ്ക്കാൻ പറഞ്ഞു. ആരും എടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ ബാഗ് എടുത്ത്, നിങ്ങളുടെ കയ്യിൽ ബാഗ് മൊബൈലും എടുത്ത് നിങ്ങൾ പൊയ്ക്കോണം. ഈ പുള്ളിക്കാരനാണ് ഞങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ വേദപുസ്തകവും എൻ്റെ പേഴ്സണൽ ഡയറികള്, ഫയലുകള് എല്ലാം കൂടെ വാരി ആ ചാക്കിലിടുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ആ വീഡിയോ കാണുന്ന പോലെ എൻ്റെ ഫയലുകള്, ഒരുപാട് പുസ്തകങ്ങള്, ഷെൽഫിലെ പുസ്തകങ്ങൾ എല്ലാം എടുത്തു. പിന്നെ എൻ്റെ PS സിസ്റ്റം, മൈക്കുകള്, പിന്നെ എൻ്റെ ഒരു ഡിജിറ്റൽ പ്രൊജക്ടർ എടുത്തു. എല്ലാം 2-3 ചാക്കിനകത്ത് വാരി കെട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് എന്നെ റോഡിൽ കൊണ്ടുവന്ന് റൂമിൽ നിന്ന്. അപ്പൊ അവിടെ നിന്ന് ഭയങ്കര ജനാവലിയായിരുന്നു. ഈ പോലീസും പട്ടാളത്തേക്കും ആൾക്കാർ പേടിച്ചു, എന്തോ സംഭവിക്കുന്ന അറിയത്തില്ല. കാരണം അത് ഞാനൊരു 10 വർഷമായിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയും എന്നെ പറ്റി ഒരു കംപ്ലൈന്റോ എന്നെ പറ്റി അങ്ങനെ ഒരു റിമാർക്കോ നാട്ടിലില്ല. എൻ്റെ മോളും അവിടെ പഠിക്കുക, അവിടെ പഠിക്കുകയും ആ നാട്ടിൽ പഠിക്കുകയും ചെയ്യുന്ന ആളാ. അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പോഴ് പോലീസുകാര് പിന്നെ എന്നെ കള്ളനെ പോലെ എന്നെ ചിത്രീകരിക്കുകയും എൻ്റെ ഈ 3 ചാക്കായിട്ട് അവര് പബ്ലിക്കിൽ പ്രദർശിപ്പിക്കുകയും പത്രക്കാരെയും മറ്റ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള യൂട്യൂബുകാരെല്ലാം വിളിച്ച് അവർ കാണിച്ചു. എന്നിട്ട് മറ്റ് സുവിശേഷ വിരുദ്ധകളോ അവരും ഇതെല്ലാം വീഡിയോ എടുത്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഞാൻ വലിയ എൻ്റെ എന്തോ കണ്ടെടുത്തു, വലിയ കഞ്ചാവ് പിടിച്ച പോലെ, അല്ലെങ്കിൽ ആ ഡേയ്സോ ബോംബോ ഏതാണ്ടൊക്കെ കള്ളപ്പണം ഏതാണ്ട് കണ്ടെടുത്തതുപോലെ അവരാക്കി തീർത്തിട്ട് ആൾക്കൊന്നും എന്നെ പറ്റി ഒന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥ ആ പോലീസുകാരാക്കി തീർത്ത് എന്നെ. പക്ഷെ അടിക്കാനോ ഒന്നും അവർ സമ്മതിച്ചില്ല. അതിന് പോലീസുകാർ എന്നോട് ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല നാട്ടുകാർക്ക് എന്തോ സംഭവിച്ചെന്ന്. എന്നെ വണ്ടി ലോക്ക് ചെയ്തു പോലീസുകാർ. എന്നിട്ട് പ്രവർത്തകർ ഭയങ്കര റാലിയൊക്കെ നടത്തി, വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ച് ബഹളമായിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് പോലീസുകാർ എന്നെ അവിടുന്ന് പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ വണ്ടിയിൽ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ജയിലിൽ ചെന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങൾ ഒന്ന് പറയാമോ പാസ്റ്റേ? അതിനു മുമ്പ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 days, അതായത് അന്ന് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തു. അന്ന് ദിവസം മൊത്തം എന്നെ അവിടെ ഇരുത്തി. പിറ്റേ ദിവസം അപ്പം പോലീസുകാർ എന്നെ ചോദ്യം ചെയ്ത് അന്നത്തെ ദിവസം വൈകിട്ടാ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഉള്ള 4 പേരെ എത്രയും വേഗം ഇവിടെ വിളിക്കണമെന്ന് പറഞ്ഞു, വിശ്വാസികളെ. അപ്പോഴ് 4 പേര് വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അവസാനം ഞങ്ങൾ 3 പേരെ കിട്ടി. അവര് വന്നു. അപ്പൊ അവര് വിശ്വാസികൾ പാനിക്കായി പോയി. അവരോട് ചോദിച്ചു, ഒരു വിശ്വാസി എനിക്ക് ഫേവറായിട്ട് പറഞ്ഞില്ല. അവര് പറഞ്ഞ്, എനിക്ക് അറിയത്തില്ല, ഞാൻ ഇന്നാണ് വന്നത്, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. മറ്റു 2 വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ മതം മാറിയിട്ടില്ല, ഞങ്ങൾ ഈ സാറ് വന്നാണ് ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ എടുക്കുകയും ഞങ്ങളെ ഒരിക്കലും മതം മാറാൻ നിർബന്ധിച്ചിട്ടില്ല പറഞ്ഞു. ഞങ്ങൾ സ്വയ ഇച്ഛയിലാണ് കയർന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ മൊഴി പറഞ്ഞു 2 വിശ്വാസികൾ. പറഞ്ഞു ഒക്കെ നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അപ്പോഴത്തേക്ക് ഈ ഞങ്ങളുടെ വിശ്വാസികൾ തന്നെ ചില ആൾക്കാരെയൊക്കെ നേതാക്കന്മാരുടെയൊക്കെ വിളിച്ചു പറഞ്ഞു, മറ്റു പാർട്ടിയിലൊക്കെ ഉള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ അവിടെ വന്നു. അപ്പം ആര് പറഞ്ഞിട്ട് ഇവര് കേൾക്കുന്നില്ല. അവർ യാതൊരു കോംപ്രമൈസിനും തയ്യാറായില്ല. എന്നിട്ട് എന്നെ പിറ്റേ ദിവസം മെഡിക്കൽ ചെക്കപ്പ് നടത്തി
നേരെ കൈ വിലങ്ങ് വെച്ച് നടത്തി, എന്നെ ടൗണിൽ കൂടെ നടത്തി പബ്ലിക്കിൽ എല്ലാം എന്നെ നടത്തിക്കൊണ്ട് എന്നെ കൊണ്ടുപോകുന്നത്. വിലങ്ങ് വെച്ചിട്ട് മാത്രമല്ല, വിലങ്ങ് വെച്ചിട്ട് അവരൊരു ഇത് വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ കയറ് കെട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെർവസ് ആയില്ല, നേരെ തന്നെ നോക്കി എല്ലാവരെയും. എന്നെ പലരും കൈയെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും ഇങ്ങനെ കൈ കാണിച്ച പോയത് ഇടത്തെ കൈ, വലത്തേക്കിലായിരുന്നു ഇങ്ങനെ വിലങ്ങിട്ട്. അപ്പൊ എല്ലാവർക്കും അത്ഭുതം, എന്തുകൊണ്ട് എന്നെ പിടിച്ചേ? കാരണം ഞാൻ ആ നാട്ടിലെ ക്ലാസ് ഒക്കെ എടുക്കുകയും ഞാൻ ചെറിയ സ്പോക്കൺ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ എല്ലാ കാര്യം ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ എന്താണ് ചെയ്തത്, എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോഴത്തേക്ക് അവര് ന്യൂസിലേക്ക് കൊടുത്തു കഴിഞ്ഞു, ഇതുപോലെ മതം മാറ്റി, പൈസ അമേരിക്കയിൽ നിന്ന് പണം വരുത്തി പാവങ്ങൾക്ക് കൊടുത്ത് മതം മാറ്റുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ കുറിച്ച് ആരോപണങ്ങൾ, തെറ്റായ ആരോപണങ്ങളെല്ലാം ഒരുപാട് ഇങ്ങനെ കൊടുത്തു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കട്ടെ. ഞാൻ ഇതൊന്നും അറിയുന്നില്ല, പിന്നെയാണ് ഇതൊക്കെ അറിയുന്നത്. എന്നിട്ട് എന്നെ പിറ്റേ ദിവസം 3 മണിക്ക് അവിടുന്ന് 30 കിലോമീറ്റർ ദൂരം ഉള്ള ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള ഡിസ്ട്രിക്ട് കോർട്ടിൽ കൊണ്ടുവന്നു ഹാജരാക്കി എന്നെ. അപ്പോൾ ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് വക്കീലുണ്ടോ? അന്നേരം വക്കീലൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല. ആ പുള്ളിക്കാരന് എൻ്റെ എല്ലാം സൈൻ ചെയ്ത എല്ലാം പോലീസുകാർ കൊടുത്ത ഈ സീൽ ചെയ്ത സാധനങ്ങൾ കണ്ട് സൈൻ ചെയ്തിട്ട് തന്നെ റിമാൻഡിൽ വിടുക ചെയ്തത്. എനിക്കെതിരെ BNS ആക്ട് ആണ് പോലീസ് എടുത്തത്, എഴുതി കൊടുത്തത്. BNS IPC അല്ല, അവിടെ BNS ആണ്. BNS ആക്ട് ആണ് അവിടെ, ഭാരതീയ ന്യായ സംഹിത. അതില് 302 അങ്ങനെ 2-3 വകുപ്പൊക്കെ ചേർത്ത് എന്നെ അതിന്റെ FIR എല്ലാം കോടതി കൊടുത്തത്. അങ്ങനെ തന്നെ അവിടുന്ന് പിന്നെയും കോടതിയിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ വരെ നടത്തിക്കൊണ്ടാണ് പിന്നെ അത് 1 കിലോമീറ്റർ. 2 ദിവസം എനിക്ക് ആഹാരമൊന്നും തന്നില്ലായിരുന്നു. പിന്നെ ഒരു പോലീസുകാരൻ എനിക്ക് സമോസയൊക്കെ മേടിച്ചു തന്നത്. എൻ്റെ എല്ലാം പോലീസുകാർ പിടിച്ചു മേടിച്ചു. പേഴ്സ്, വാച്ച്, മൊബൈല്, എൻ്റെ എല്ലാ ഡോക്യുമെന്റ്സ് എല്ലാം പോലീസുകാരെ കൊണ്ടുപോയി. ഒറ്റ ദിവസം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അങ്ങനെ എൻ്റെ ഫാമിലി കുഞ്ഞിനെയൊക്കെ ഞാൻ അവിടെ നാട്ടുകാരെ നോക്കുമായിരുന്നു. അതെല്ലാം അവരെല്ലാം വിട്ടിട്ട് ഞാൻ അവരെല്ലാം കണ്ണീരിൽ കണ്ടാണ് ഞാൻ. അതിന് പിറ്റേ ദിവസം എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവര് പോലീസുകാർ വിളിപ്പിച്ചു. എന്നിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ കൊടുത്തു. അതുകൊണ്ട് കുഞ്ഞാണ് പിന്നെ ഈ എൻ്റെ ഫോൺ നമ്പർ എടുത്ത് എല്ലാവർക്കും വിളിച്ച് പറഞ്ഞതല്ല. നാട്ടിലും പിന്നെ ഒക്കെ ഇത് വിളിച്ചു പറഞ്ഞത് കുഞ്ഞാണ്. അപ്പോഴത്തേക്ക് നാട്ടില് ഇത് എല്ലാ സോഷ്യൽ മീഡിയയിലും പിന്നെ ന്യൂസ് ചാനലുകളൊക്കെ സ്പ്രെഡ് ഇടയായി. അപ്പൊ എന്നെ പിറ്റേ ദിവസം അവിടുന്ന് 100 കിലോമീറ്റർ ദൂരം ജയിലില് എനിക്ക് രാത്രി 9 മണിക്ക് എന്നെ ജയിലിൽ കൊണ്ട് അടയ്ക്കുക ചെയ്തത്. വേറെ ജില്ല, ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് മാറ്റി വേറെ ജയിലിൽ എന്നെ കൊണ്ടുപോയി. ജയിലിലെ അനുഭവം എന്ന് പറഞ്ഞാല്, ജയിലില് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മൾ ജയിലിനെ പറ്റി കേട്ടവന്നുള്ള വളരെ വ്യത്യസ്തമാണ് UP ജയില്. കാരണം നാട്ടിലെ ജയിൽ എന്ന് പറയുമ്പോൾ ജയിലില് നല്ല ആഹാരമുണ്ട്, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല ഇറച്ചി മീനൊക്കെ ഉണ്ട്, നല്ല ആഹാരമുണ്ട്, ശമ്പളമുണ്ട്, 600 രൂപ ശമ്പളമുണ്ട്. അപ്പോഴ് 3 വർഷം കഴിയുമ്പോൾ ആൾക്കാർ വലിയ പണക്കാരായിട്ട് ജയിലിൽ നിന്ന് പോകുന്നൊക്കെ നാട്ടിലെ ആൾക്കാരെ കളിക്കാൻ തമാശകൾ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ചെന്നപ്പോൾ എന്നെ കൊണ്ടിട്ടത് ഒരു ചെറിയൊരു ഹാളില്. അതിലൊരു 100 പേരോളം ഇങ്ങനെ കിടക്കുക. വളരെ കൺജസ്റ്റഡാ എന്നെ കൊണ്ടിട്ട സ്ഥലത്ത്. അവിടെ രാത്രിയിലായിരുന്നു നോക്കിയപ്പോൾ എല്ലെങ്കിലും ഈ സ്മോക്കിങ്ങിന്റെയും മറ്റൊക്കെ ഭയങ്കര ദുർഗന്ധവും, ആൾക്കാരിങ്ങനെ കിടക്കുക. അപ്പോഴ് രാത്രി ഭയങ്കര കൊതുക് ഇങ്ങനെ പറക്കുക, ഇങ്ങനെ ഹെലികോപ്റ്റർ പറക്കുന്ന പോലെ കൊതുകുകൾ തല മേടിക്കുന്ന പറക്കുക. അപ്പോൾ ദൈവമേ, എങ്ങനെ നമ്മളെ ഇറക്കും, ആര് സഹായിക്കും? ശ്വാസം മുട്ടുക, സഫോക്കേഷൻ ഉണ്ടാവുകയും വല്ലാത്ത. പിന്നെ ഇവർ ഭയങ്കര ചീത്ത വിളിയും, ഭയങ്കര എല്ലാ ക്രിമിനൽസ് കിടക്കുന്ന ഒരു ആളാ.
ഞാൻ ക്ഷീണോ 2 ദിവസത്തെ ഉറക്കവും പോയി, ക്ഷീണം, ആഹാരം നല്ലോണം കഴിച്ചിട്ടില്ല. പോലീസുകാരാണെങ്കിൽ കൊണ്ടുപോയി ചായയൊക്കെ വാങ്ങിച്ചു തന്നത്, അല്പം ബലം കിട്ടിയത്. നല്ല പോലീസുകാർ, ദൈവം അനുഗ്രഹിക്കട്ടെ. അവര് പറഞ്ഞ് നിങ്ങൾ വലിയ അന്യായം കാണിക്കുന്നത്, നിങ്ങളൊരു ക്രിമിനലിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകേണ്ട ഗതിയുടെ വരിക എന്ന് പറഞ്ഞ് പോലീസുകാർ എനിക്ക് മൊബൈലൊക്കെ തന്നായിരുന്നു. പറഞ്ഞ് നിങ്ങളുടെ ഫാമിലിയോട് സംസാരിച്ചോളൂ. അങ്ങനെ ഒത്തിരി ഞാൻ ജയിലിൽ ആ അന്നത്തെ രാത്രി അങ്ങനെ പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് എല്ലാം നമ്മൾ ജയിൽ ഭംഗിയായിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുക. കാരണം ഞാൻ പാൻറ് ഉടുപ്പൊക്കെ ടിറ്റോപ്പായിട്ടാണ് ജയിലിൽ ചെന്നിരിക്കുന്നത്. അവിടെ ജയിലിലെ ആൾക്കാർക്ക് വേറെ ഡ്രസ്സും എല്ലാം പ്രത്യേകത. അപ്പോഴവർ അപ്പൊ എന്നെ തിരിച്ചറിഞ്ഞു. അതാണ് കാരണം അവിടുത്തെ ജയിലിൽ TV ഉണ്ടായിരുന്നു. TVക്കകത്ത് അന്നത്തെ വാർത്ത എൻ്റെ വാർത്തയായിരുന്നു കൂടുതൽ. ഒരു കേരളത്തിൽ നിന്ന് ഒരാളെ വന്ന് ഇവിടെ വന്ന് മതം മരുന്ന് നടത്തി പിടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോഴെന്നെ കാത്തിരിക്കുമായിരുന്നു. അപ്പോഴെന്നെ ഇവര് ഒന്ന് ചൂടാവാൻ തുടങ്ങി. ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ തും കേരള സെ ആക്കെ യഹാ സബ്കോ ഇസായി ബനാഗാ ക്യാ എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഭീഷണിപ്പെടും. ഞാൻ അനങ്ങിയില്ല, ഇതെല്ലാം കേട്ടോണ്ടിരുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം അങ്ങനെ പോയി. അന്ന് വൈകിട്ട് അപ്പോഴത്തേക്ക് ഈ ബെല്ലടിക്കും, ഊണിന്റെ ലഞ്ചല്ല. അവിടെ ഒരു 10 മണി 10:30 ആകുമ്പോഴാണ് അവിടുത്തെ ആഹാരം. പിന്നെ ലഞ്ചൊന്നുമില്ല. പിന്നെ വൈകിട്ട് 5 മണിക്കുള്ളു. പിന്നെ അത് കഴിഞ്ഞ് 2 പ്രാവശ്യം 2 നേരം അവിടെ ആഹാരമുള്ളു. ആഹാരം എന്ന് പറഞ്ഞാല് ഈ 2 റൊട്ടി തരും. അത് ഷേപ്പൊന്നും ഇല്ലാത്ത റൊട്ടി, കരിഞ്ഞൊക്കെ ഇരിക്കും. ഇതെല്ലാം 12,000 തടവുകാരുണ്ട്. ഇത് ആഹാരം ഉണ്ടാക്കുന്നതും തടവുകാരാണ്. അതുകൊണ്ട് അവർ എങ്ങനെങ്കിലും ഉണ്ടാക്കുക, ജീവൻ കിടക്കാൻ വേണ്ടി അല്ലെ നമുക്ക് തരുന്ന ആഹാരം. അല്ലാതെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുളകും, ഒരു പച്ചമുളകും, ഒരു ഉള്ളിയുടെ പകുതിയും, ഒരു തക്കാളിയുടെ പകുതിയും നമുക്ക് തരും. അതാണ് അവിടുത്തെ സ്പെഷ്യൽ. അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഉടച്ച് ചട്നിയാക്കി കഴിക്കണം. ചോറാണെങ്കിൽ ഒരു പിടിക്കുന്ന ചോറ് തരും. മിനിമം ആഹാരം തരത്തുള്ളൂ നമുക്ക്. ആ ചോറ് ശരിക്കും വേവത്തുമില്ല, വേവാത്ത ചോറ തരുന്നത്. കാരണം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ദഹിക്കാതെ കിടന്നോളും, അല്ലെങ്കിൽ പെട്ടെന്ന് ദഹിച്ചാൽ പിന്നെ വിശക്കും. കാരണം 2 നേരം ആഹാരമേ ഉള്ളൂ. പിന്നെ അടുത്ത ആഹാരം 5 മണിക്കാണ്. അതുകൊണ്ട് അത് ഞാൻ ഒരു ടേസ്റ്റും ഇല്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എണ്ണ കൊണ്ട് ഉണ്ടാക്കിയ അങ്ങനെയുള്ള ആഹാരമല്ല, പുഴുങ്ങി തരുന്ന ആഹാരം. അവിടുത്തെ ഈ പച്ചക്കറികളൊക്കെ അങ്ങനെ തരത്തേ ഉള്ളൂ, മസാല ഇട്ട്. അല്ലാതെ അങ്ങനെയുള്ള ആഹാരമാണ്. അത് ഞാൻ കഴിച്ചു. ആദ്യം വല്ലാതെ വന്ന് വൊമിറ്റിംഗ് പോലൊക്കെ തോന്നി. പിന്നെ അതങ്ങ് ശീലമായി, കഴിച്ചു. അങ്ങനെ എല്ലാവരും അതാ കഴിക്കുന്നത്. എല്ലാവരും അതാ കഴിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു വിധത്തെ ഒരു ദിവസം 2 ദിവസം അങ്ങനെ തന്നെ അങ്ങ് തള്ളി നീക്കി. 2-ാമത്തെ ദിവസം വൈകിട്ട് വലിയൊരു ക്രിമിനലിനെ അവിടെ കൊണ്ടുവന്നു. ഇതൊരു വലിയ പാർട്ടി നേതാവ് 2-3 പേരെ വെടിവെച്ചു വന്നു. പുള്ളി ആ ഹാളിലാണ്. പുള്ളിക്ക് ഞാൻ ഈ സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയും. നമ്മുടെ കളറും ഷേപ്പും കാണുമ്പോൾ അവർക്കറിയാം. പുള്ളി വെച്ച് എന്തോന്ന് ചോദിച്ചു വിഷയം. ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു ഇല്ല. പുള്ളിക്കാരൻ എനിക്ക് ഫേവറായിട്ട് സംസാരിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു ഇത് അന്യായമാണല്ലോ. കാരണം പ്രാർത്ഥന എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാ മതക്കാരും. അതിന് ജയിലിൽ എവിടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എനിക്ക് ഫേവറായിട്ട് അകത്ത് സംസാരിച്ചു. എന്നിട്ട് പുള്ളി പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞു. ഹേ ചായ പീനാ ഹേ എന്ന് ചോദിച്ചു. എൻ്റെ ചായ കുടിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി എനിക്ക് ആദ്യം അവിടുന്ന് സ്പെഷ്യൽ ചായ മേടിച്ചു. എൻ്റെ പൈസ ഇല്ലല്ലോ, എനിക്ക് ചായ മേടിച്ചാന്ന് പറഞ്ഞ് തോർത്തും സോപ്പൊക്കെ തരാം, കുളിച്ച് ടെൻഷനൊക്കെ മാറി നിങ്ങൾ ആരും ഇവിടെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അതൊരു അക്രൈസ്തവനാണ് അങ്ങനെ പറയാൻ നോക്കണം. അങ്ങനെ പുള്ളിക്കാരന് ആ ജയിൽ ഞാൻ കിടന്ന ഹാളില് എന്നെ ആരും കളിയാക്കിയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ പുള്ളിയാണ് സമ്മതിച്ചില്ല. അങ്ങനെ 2 ദിവസം 3-ാമത്തെ ദിവസം അനൗൺസ്മെന്റ് വന്നു. ഇന്ന് എല്ലാ ക്രിമിനൽസും എല്ലാവരും 10 മണിക്ക് മുമ്പ് 9 മണിയാകുമ്പോൾ റെഡിയായി പരേഡ്, അതായത് എല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു സമയം. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ജില്ലാ ജഡ്ജി, DGP, മറ്റ് ഒഫീഷ്യൽസ് ഒക്കെ വരുന്ന ദിവസമാണ്. അന്ന് അവരെല്ലാം 2-3 മാസം കൂടി ഇരിക്കുമ്പോൾ അവര് ജഡ്ജി തടവുകാരെ കാണാൻ വരും. അതുകൊണ്ട് എല്ലാവരും റെഡിയായിരിക്കണം. അങ്ങനെ
എനിക്ക് സന്തോഷമായി. കാരണം കുറെ നല്ല ആൾക്കാരെ കാണാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ റെഡിയായി. പിന്നെ നിന്നു, എല്ലാവരും ലൈനിൽ എല്ലാവരും കൈകെട്ടി നിൽക്കണം. അപ്പോഴ് അവർ വന്നു. ജഡ്ജാണ് ഏറ്റവും ഫ്രണ്ടിൽ, അതിനെല്ലാവരും ഉണ്ട്. അതെല്ലാവരും നോക്കി നോക്കി പോകത്തേ ഉള്ളൂ. എല്ലാവരും ഒന്ന് കാണുക, അത്രേ ഉള്ളൂ. ഒരു ഫോർമാലിറ്റി പോലെ അവർ വന്നു. വന്ന് എൻ്റെ അടുത്ത് കറക്റ്റ് ജഡ്ജ് എന്നെ സൂക്ഷിച്ച് നോക്കി. എന്നെ അവർ പറഞ്ഞു, ആപ് കഹാ സെ ഹൈ, നിങ്ങൾ എവിടുന്ന? അപ്പൊ എന്നെ കണ്ട മനസ്സിലായി ഞാൻ സൗത്ത് ഇന്ത്യൻ നല്ല ലുക്കാ. ഞാൻ പറഞ്ഞു, സാർ ഐ എം ഫ്രം കേരള. ഓ, യു ആർ ഫ്രം കേരള? ഒരു കേരളത്തിൽ നിന്ന് എന്താ? ഞാൻ പറഞ്ഞു, ഐ എം എ ചർച്ച് പ്രീസ്റ്റ്. പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല പെട്ടെന്ന്. ഐ എം എ ചർച്ച് പ്രീസ്റ്റ്. ഐ വാസ് അറസ്റ്റഡ് ആസ് വൈൽ വർഷിപ്പ് വാസ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞു. പുള്ളി ശ്രദ്ധിച്ചു. അപ്പൊ ഞങ്ങൾ തമ്മിൽ 2-3 മിനിറ്റോളം ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പൊ എല്ലാ പോലീസുകാരും അവിടെ സ്റ്റില്ലായിട്ട് നിന്ന് കേൾക്കുക, എല്ലാ ക്രിമിനൽസും കേൾക്കുക. പുള്ളി പറഞ്ഞു, ഓക്കെ, യു ആർ ചർച്ച് പ്രീസ്റ്റ്. അടുത്ത് നിന്ന് പോലീസ് പറഞ്ഞു, അപ്പോൾ ചർച്ചിന്റെ പ്രീസ്റ്റ് ആണ്, അതുകൊണ്ട് പുള്ളിക്കും ഇവിടെ മറ്റു പിന്നെ ഡിഫിക്കൽറ്റീസ് ഉണ്ടാകാൻ. എന്നോട് പുള്ളി ചോദിച്ചു, എനി ഡിഫിക്കൽറ്റീസ്? ഞാൻ പറഞ്ഞു, എൻ്റെ ഈ കിടക്കുന്ന സ്ഥലം മാറ്റി തരണം എന്ന് പറഞ്ഞു. അവിടെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽറ്റീസ് ആയിരുന്നു. കാരണം സ്ഥലമില്ല, വല്ലാത്തൊരു സഫോക്കേഷൻ തോന്നി, വല്ല ദുർഗന്ധം. ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ഡിഫിക്കൽറ്റീസ് ഞാൻ പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ, അവര് പോലീസുകാർ പറഞ്ഞ അത് ഈ പുള്ളിക്കാരൻ അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ലൊരു സ്ഥലം, അത് വേറെ ഹാള്, അതിനെക്കാട്ടി ബെറ്റർ ഒരു ഹാൾ എനിക്ക് കിട്ടി. അവിടെ ആള് കുറവായിരുന്നു, വെറും 30 പേര് മാത്രമുള്ള, അതായത് ആധ്യാത്മിക ഗുരുക്കന്മാര് മാത്രമുള്ള ഒരു ഹാള്. അവിടെ സ്വാമിമാര്, ഞാന്, മൗലവി എല്ലാം ഒന്നിനാന്ന് പിടിച്ചിട്ട് എല്ലാ കിടന്ന് പാർട്ടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഞാനാണ് നമ്മുടെ റിലീജിയന്റെ ആളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. കൂടുതലും സ്വാമിമാരൊക്കെ ആയിരുന്നു. ഇവരെല്ലാം ഒരു ക്രൈമിൽ പെട്ട് കിടക്കുക. 5 വർഷം 10 വർഷം കിടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ വേഷം അത് തന്നെയാണ്. അവര് ഇങ്ങനെ മണിയിടിയും പ്രാർത്ഥനയാണ്. നമുക്കവിടെ അതിന്റെ പ്രാർത്ഥിക്കാനൊക്കെ ഫ്രീഡം കിട്ടി അതിനകത്ത്. അതങ്ങനെ. പിന്നെ സ്വാമി എൻ്റെ ഓപ്പോസിറ്റ് സ്വാമിയായിരുന്നു. സ്വാമിയായിട്ട് ഞാനിങ്ങനെ വർത്താനം പറയും. നല്ല സ്വാമി എന്ന് പറഞ്ഞാൽ എന്നോട് നല്ല സ്നേഹമായിട്ട് ഇടപെടുകയും ഞാനിങ്ങനെ അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചതൊക്കെ ഞാൻ ചോദിക്കാറ്, മനസ്സിലാക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് യേശു പാപത്തിന്റെ പരിഹാരം യേശു സ്വാമി, സർവപാപ പരിഹാര രക്തപ്രവക്ഷണം അവശ്യ തദ്വരക്ത പരമാത്മേന പുണ്യദാന ബലിതകം എന്നുള്ള പഠിച്ച അതൊക്കെ പറഞ്ഞു സ്വാമി. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഹല്ലേലൂയ പറഞ്ഞ സ്വഭാവമായിരിക്കും തന്നെ വരുന്നത്. എന്റെ കൂടെ സ്വാമി ഹല്ലേലൂയ പറയുന്നത്. സ്വാമി പറഞ്ഞത് കേരളത്തിലെ ഏതോ ഡയലോഗ് അല്ലെങ്കിൽ ഭാഷയാണ്. അവസാനം ഇന്ന് സ്വാമി കൂടി ഞാൻ രാവിലെ മറ്റേ ഹല്ലേലൂയ പറപ്പിക്കുക. അങ്ങനെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. ചെയ്യുന്നതിനകത്ത് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള അവസരം കിട്ടി, കാരണം അവിടെ ആള് കുറവായിരുന്നു. അങ്ങനെ പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരൻ വന്ന് കാണുമായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഈ എല്ലായിടത്തും ഒന്ന് പോയി കാണാനുള്ള വിസിറ്റ് ചെയ്യാനുള്ളത് അവസരം തരണമെന്ന് പറഞ്ഞു. പിന്നെ മറ്റു ജയിലില്ല, അതായത് ഞാൻ കിടന്ന ക്യാമ്പസിലൊരു 200 പേരെ ഉള്ളായിരുന്നു. അതുപോലെ വലിയ മതിൽക്കെട്ടുകൾ പല ഏരിയയിലായിട്ടാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ്, ഓക്കെ, എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് 3 പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പെർമിഷൻ കിട്ടി. ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് വലിയ ലോഹമാണ്, വലിയൊരു സംഭവം. അവിടെ 600 പേര്, ചിലയിടത്ത് 700 പേര് കിടക്കുക. എല്ലാം ഇങ്ങനെ പല പല ഹാളിലായിട്ട് കിടക്കുക. സെല്ലുണ്ട്, ചിലയിടത്ത് സെല്ലുണ്ട്. വലിയ വലിയ ക്രിമിനൽസിനെ സെല്ലിലിട്ടിരിക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ കണ്ട് 3 നീഗ്രോസുകൾ ഒരു സെല്ലിൽ കിടക്കുന്നു. നീഗ്രോകള് വലിയ പുരുഷന്മാരൊക്കെ നോക്കിയപ്പോ അവര് ഇംഗ്ലീഷാണ് സംസാരിച്ചവർ പറഞ്ഞു, വി ആർ കാത്തലിക്സ്. അവർ പറഞ്ഞു, ഞങ്ങൾ കാത്തലിക്സ് ആണ്. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഓൺലൈൻ ഹാക്കിംഗ് അവർ കോടികള് നൈജീരിയയിൽ കടത്തി ഡൽഹിയിലെ കണ്ടിട്ട് പിടിച്ചു. അങ്ങനെ അവര് പറഞ്ഞു, ഞങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങൾ കുടുക്കിയതാ എന്നൊക്കെ പറഞ്ഞ് അവരുടെ കഥകൾ പറയാൻ തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഓ, ഞങ്ങൾ TV കണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളായിരുന്നു ചോദിച്ചു. പറഞ്ഞു അങ്ങനെ അവര് 3 വർഷമായിട്ട് കിടക്കുക. ഞാൻ പിന്നെ അങ്ങനെ അവരെ വിസിറ്റ് ചെയ്യാൻ ആരുമില്ല, ഇറക്കാൻ ആരുമില്ല.
അങ്ങനെ വല്ലാത്തൊരു ദുരിതം അവരുടെ ജീവിതം. അവർ 3 പേരെ ഒരു സെല്ലിലിട്ടിരിക്കുക. അവർ കാര്യം പറഞ്ഞ് അവരുടെ സമയം അവന് അവർ 3 ഒരു സെല്ലിനകത്ത് അവരെ കാണും. ഞാൻ പിന്നെ ഇങ്ങനെ പോയപ്പോഴാണ് അത്ഭുതം എന്ന് പറയട്ടെ, ഒരാളിരുന്ന് വേദോസ്തം വായിക്കുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയത്തില്ല. ജയിലില് ഞാൻ വേദോസ്തം വായിച്ചുകൊണ്ടാണ് ഞാൻ ജയിലിൽ വന്നത്. അപ്പൊ അവിടെ ഒരാൾ വേദോസ്തം വായിക്കുന്നു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ നോക്കി, സന്തോഷവും തോന്നി. ബൈബിളെ കാണുമ്പോൾ ജയിലിൽ നമ്മൾ ദൈവത്തെ കാണുന്ന പോലെ ഫീലിംഗ് വരും. നേരിട്ട് ദൈവത്തിന്റെ വചനം ബൈബിളില്, ചുമന്ന ബൈബിള്, പെയിന്റുള്ള കളറുള്ള ഹിന്ദി ബൈബിൾ നോക്കിയപ്പോൾ ഒരാളെന്ന് വായിക്കുക. ഞാൻ കൈ തൊട്ട് അവിടെ ഇരുന്നു. ചോദിച്ച് ആ കഹാസെ പയ്യ. എന്നിട്ട് പറഞ്ഞു ഞാൻ ആക്ച്വലി UP കാരനാണ്, ഞാനൊരു നക്സലൈറ്റ് ആയിരുന്നു. നക്സലൈറ്റ് അന്നത്തെ കാലത്ത് 15 വർഷം മുതൽ 10 വർഷം മുമ്പ് എന്തോ വലിയ അടിയോ വെട്ടോ വലിയ സംഭവം പരിപാടിയെ കഴിഞ്ഞ് ഇവിടുന്ന് മുങ്ങിയതാ പുള്ളി. അവരുടെ ടീം പുള്ളി ഹൈദരാബാദിന് പോയി. ഹൈദരാബാദില് 15 വർഷം സോറി ഈ 10 വർഷമായിട്ട് ഒളിവിൽ താമസിക്കുമായിരുന്നു. അവിടെ പോയി കല്യാണം കഴിച്ചു. അവിടെ പുള്ളി താമസിച്ചപ്പോഴാണ് പോലീസ് പുള്ളിയെ ട്രാക്ക് ചെയ്ത് വന്നു. അപ്പൊ ഈ സമയത്ത് പുള്ളിയുടെ വൈഫ് ഹൈദരാബാദിൽ എവിടെയോ ചർച്ചിൽ പോയി തുടങ്ങി. പുള്ളി നിരീശ്വരവാദിയാണെങ്കിലും വൈഫ് വിശ്വാസിയായി. പാസ്റ്റർ ബൈബിൾ കൊടുത്തു. അങ്ങനെ അവര് പിന്നെ വീട്ടിൽ പാടും, പ്രാർത്ഥിക്കും. ക്രിസ്തീയ വിശ്വാസത്തിൽ അവര് ഉറക്കുകയും ചെയ്തു. അങ്ങനെ പുള്ളിക്കാരനെ UP പോലീസ് തിരക്കി കണ്ടുപിടിച്ചു. അങ്ങനെ NIA ടീമൊക്കെ വന്ന് പുള്ളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് പുള്ളിയുടെ വൈഫ് പുള്ളിക്ക് ബൈബിൾ കൊടുത്തത്. ഈ ബൈബിളും കൊണ്ട് പോകാൻ പറഞ്ഞു, ദൈവങ്ങളെ പുറത്തു വരും. അങ്ങനെ പുള്ളി ബൈബിളും കൊണ്ട് ജയിലിൽ വന്നപ്പോൾ പോലീസ് തടഞ്ഞു. പക്ഷെ പുള്ളി ഈ നക്സലൈറ്റ് എന്ന് പറഞ്ഞാൽ ആരും ഭയക്കത്തില്ല. ജയിലിൽ അവർക്ക് ഭയമൊന്നും അവർക്ക് ഇല്ല. എന്റെ വിശ്വാസത്തിന്റെ പുസ്തകം എന്ന് പറഞ്ഞു ഇത് കൊണ്ടുവന്നു. അങ്ങനെ പുള്ളിക്കാരന് പെർമിഷൻ കൊടുത്തു. രണ്ട് പേരുടെ ഉണ്ടായിരുന്നു മാമോദിസ്റ്റ്. അവര് അങ്ങനെ പുള്ളി ജയിലിൽ വന്ന് ബൈബിള് യുദ്ധത്തിൽ വായിച്ചു തുടങ്ങി. ഈ 3 വർഷം ബൈബിള് വായിക്കപ്പോ അങ്ങനെ പുള്ളി ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല തെലുങ്ക് അറിയാം. അപ്പൊ എനിക്ക് ഒത്തിരി തെലുങ്ക് പാട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിയുടെ അടുത്തിരുന്ന് തെലുങ്ക് പാട്ട് പാടും. എന്നും രാവിലെയും വൈകിട്ട് പാടി കൊടുക്കണം. പുള്ളി ഗുളിക കൊടുക്കുന്ന പോലെ പുള്ളിക്കാരന് തെലുങ്ക് പാട്ട് കേൾക്കണം. അങ്ങനെ പുള്ളി കരഞ്ഞ് പുള്ളി പറയാം, നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നേ. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ജയിലിരുന്നത്. ഞാൻ എല്ലാവർക്കും ആശ്വാസം. എനിക്ക് പിന്നെ ഞാൻ അതിനകത്ത് പോയി സോഷ്യൽ പ്രവർത്തനം ചെയ്യുമായിരുന്നു. എനിക്ക് പഴം മറ്റ് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരും വിസിറ്റേഴ്സ്. എന്റെ വാർത്ത അറിഞ്ഞ് UP ദൈവമക്കളും ദൈവാസന്മാരൊക്കെ എന്നെ കാണാൻ വരും. അപ്പോഴ് എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരും. എല്ലാം ഒന്നും ഇവിടെ അനുമതിയില്ല, നമുക്ക് ഫ്രൂട്ട്സ് മാത്രമേ കൊണ്ടുവരുള്ളൂ. അപ്പൊ നമ്മൾ ജയിലിൽ വന്നാൽ കഴിക്കാൻ ഒക്കത്തില്ല. കാരണം ഫ്രൂട്ട്സ് കണ്ടിട്ട് വർഷങ്ങളെ ആൾക്കാർ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ വിതരണം ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അനേകരെ സ്നേഹം കണ്ണീരും കണ്ട് അവർക്ക് അത് കൊടുക്കുമ്പോൾ അവർ കരയും. കാരണം വന്ന് കാണാൻ പോലും ആളില്ലാതെ നരകിച്ച് മരിക്കുന്ന ആൾക്കാർ കിടക്കുന്ന, ഡിപ്രഷനായി കിടക്കുന്ന ആൾക്കാര്, പിന്നെ ഷുഗർ പേഷ്യന്റ് ആയിട്ട് പിന്നെ കിടക്കുന്ന ആൾക്കാര്. അത് വല്ലാത്തൊരു ദയനീയമായ വളരെ പതറ്റിക്കായ ഒരു അനുഭവമാണ്. നരകത്തിന്റെ തന്നെ ഒരു അനുഭവമാണ് അവിടുത്തെ ആൾക്കാര്. അതെല്ലാം പലരും ഇങ്ങനെ പെട്ടുപോയ ആൾക്കാരുണ്ട്. കുറ്റം ചെയ്ത കുറ്റബോധം പാപഭാരമൊക്കെ കയറി ആൾക്കാരെ ജീവിക്കുന്ന വരാത്ത അനുഭവം. അതുകൂടാതെ നല്ല ആഹാരം അതനുസരിച്ച് ആഹാരം കൊടുക്കുന്നില്ല, അത് ശിക്ഷയാണ്. അങ്ങനെ വല്ലാത്തൊരു അനുഭവമായിരുന്നു ജയിലിലെ അനുഭവം. പക്ഷെ ഞാൻ ഈ സുവിശേഷമായി ചെന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ ടെൻഷൻ ഇല്ലായിരുന്നു. അല്ലാതെ ഉള്ള അവരെടുക്കുന്ന അതേ ആഹാരം ഞാനും കഴിക്കുന്നത്, തറയിൽ കിടക്കുക ഞാനും തറയിലാണ് കിടന്നത്, അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മള് സുവിശേഷത്തിന്റെ സന്തോഷവും നമ്മുടെ ദൗത്യവും സുവിശേഷ വിലയായതുകൊണ്ട് ഞാൻ അതിലങ്ങ് ഇത് ഈ മറ്റു ദുഃഖങ്ങൾ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഒരു 2 സഹോദരന്മാര്, ഒരു ഹിന്ദു സഹോദരന്മാര് ഭയങ്കര കരയെന്ന് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അടുത്തിരുന്ന് ചോദിച്ചു, അവര് എങ്ങനെയോ പെട്ടുപോയതാണ്, എന്തോ ഒരു അവർ വീട്ടിൽ പറയാൻ വീട്ടിൽ ആരും ഇല്ല, പ്രായമുള്ള ഒരു അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ കരൻ. ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ
ഞാൻ പോകുന്നതിന് നിങ്ങൾ പോവെന്ന് പറഞ്ഞു ഇവിടുന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് അവര് റിലീസായി. അത്ഭുതമായി അവർക്ക് ജാമ്യം കിട്ടിയ മെസ്സേജ് വന്നു. ആരെ ഇറക്കിയെന്ന് അവർക്കും അറിയത്തില്ല. പിന്നെ അവർ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവർ പറയാം, നിങ്ങൾ കൈവയ്ക്കുമ്പോൾ എന്തോ വലിയ ഒരു ഞങ്ങളുടെ തോളിൽ കൈവച്ച് ഞാൻ ഇങ്ങനെ കൈവയ്ക്കും. അവർ ആദ്യമായിട്ട് ജയിലിൽ അങ്ങനെ ആള് ചെല്ലുന്നത് പോലും. അങ്ങനെ ചെല്ലുന്നതെല്ലാം ക്രിമിനൽസ് അവിടെ ചെല്ലുന്നത്. ആരും മൈൻഡ് ചെയ്യാറില്ല. ഭയങ്കര അക്രമ അവരുടെ സംസാരമൊക്കെ അങ്ങനല്ലേ. അപ്പൊ ഞാനാണ് ജയിലിൽ ചെന്ന് ഈ സ്നേഹത്തിന്റെ കാര്യം പറയുകയും അവരെ ആശ്വസിപ്പിക്കുന്ന വചനം പറഞ്ഞ ജയിൽ ചെന്ന് അവർക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെ ഒരാളങ്ങനെ ജയിലിൽ വന്നു ഓർത്തു. അപ്പൊ ഞാൻ അവരെ പിന്നെ തോളിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവര് റിലീസായി പോയി. കരഞ്ഞ് അവർ പറഞ്ഞ് ഞങ്ങളെ ഒന്ന് കാണണം എന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് ഇവര് പോയ കഥ അറിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് ആൾക്കാർ വരാൻ തുടങ്ങി. പറഞ്ഞ് ഭയ്യ അമാര ഊപ്പർവി ഹാത്തിരക്ക് ഞങ്ങളുടെ തോളിലൂടെ കൈവയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ജയിലിൽ തന്നെ എല്ലാവർക്കും പരിചയമായി. പോലീസുകാർ വളരെ കോപ്പറേറ്റീവായി. എല്ലാ മതവിഭാഗക്കാരും, മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റെല്ലാവരോടും വല്ല കോപ്പറേറ്റ് എവിടെ പോയത്. അത് എൻ്റെ ഒരു ജയിലായാലും ശരി, അവിടെ ഞാൻ എല്ലാവരോടും സഹകരണമായി. അവസാനം ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തില് ഞാൻ പെർമിഷൻ മേടിച്ചുകൊണ്ട് അവിടെ ഒരു മണിക്കൂർ പെർമിഷൻ തന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. ആദ്യമായിട്ടാണ്. നമുക്ക് പെർമിഷൻ ഇല്ല. ജയിലിനകത്ത് ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്, അവർക്ക് പെർമിഷൻ ഉണ്ട്. മുസ്ലിങ്ങൾക്കും അവിടെ ഇത് നിസ്കാരിക്കാൻ പെർമിഷൻ ഉണ്ട്, നമുക്ക് പെർമിഷൻ ഇല്ല. അതുമല്ല, അവിടെ വിശ്വാസികൾ ഉണ്ടെങ്കിൽ പോലും അവർ പുറത്ത് പറയത്തില്ല. എല്ലാവരും അവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും എന്തോ ആരെ ഭയപ്പെട്ട് നക്സലൈറ്റ് മാവോയിസ്റ്റ് വ്യക്തി മാത്രമാണ് ഓപ്പണായി ബൈബിള് വായിച്ചത്. മറ്റുള്ളവരാരും ഞാൻ ചെന്ന് പാസ്റ്റർ അല്ലെങ്കിൽ അവിടെ വരുന്ന അറിഞ്ഞുകൊണ്ട് എല്ലായിടത്തും വെളിച്ചാടി മീൻസ് ഞങ്ങൾ പാസ്റ്റർ ജെയിംസ് നിങ്ങള് പിടിക്കുന്ന ഞങ്ങൾ TV കണ്ട് ഞാനും ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ചെവിവെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചൂടെ? നമ്മൾ അങ്ങനെ പേടിച്ചാണ് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പോലീസിൽ പെർമിഷൻ മേടിച്ച് ഞങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അരമണിക്കൂർ ഹിന്ദിയിലും അരമണിക്കൂർ ഇംഗ്ലീഷിലും ഞങ്ങൾ കാരണം അവരും വന്നു. നീഗ്രോസുകൾ അവർ ഞങ്ങളോട് ജോയിൻ ചെയ്തു. അവര് കാത്തലിക്സ് ആണ്. പെന്തക്കോസ്തുകാർ ഞാൻ 2-3 പേരെ ഉള്ളായിരുന്നു. ബാക്കി മൊത്തത്തിൽ 7-8 പേരെ കിട്ടി. 7-8 പേരെ ജയിലിൽ നിന്ന് കളക്ട് ചെയ്തു. മറ്റുള്ള ആരും വന്നില്ല, അറിയത്തില്ല ആരൊക്കെയാണ്, ആരും പറയത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങള് പ്രാർത്ഥിച്ചു, പാട്ടൊക്കെ പാടി. വലിയ അനുഭവം. മുത്തുതലൈശുന മറ്റ് പ്രമുഖ ധന്യവാദ് കരുങ്ക നമ്മുടെ പാട്ട്. അങ്ങനെ നല്ലൊരു അനുഭവം. അത് ഒരു ജയിലിൽ തന്നെ ആദ്യത്തെ നടന്ന സംഭവം പറഞ്ഞു. അങ്ങനെ വലിയ അനുഭവം ആയി മാറി. അങ്ങനെ എൻ്റെ ഈ ജാമ്യം നീണ്ടു പോകാൻ തുടങ്ങി. കാരണം മോസ്റ്റ്ലി 15 ദിവസം കൊണ്ടൊക്കെ ജാമ്യം കിട്ടേണ്ടതാ. 15, 20 30 യാതൊരു അനക്കമില്ല. പിന്നെ അപ്പോഴ് നമ്മുടെ ഡേറ്റുകളൊക്കെ ഇങ്ങനെ ക്യാൻസലായി പോവാം. പിന്നെ ഇടയ്ക്ക് വക്കീൽ വന്നായിരുന്നു. ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ ഡേറ്റില് നമ്മുടെ ഡേറ്റ് ലാപ്സ് ആയി പോയി. അപ്പൊ ഒരു ഡേറ്റ് പോയ പിന്നെ അടുത്ത ഡേറ്റ് കിട്ടാൻ ദിവസങ്ങളെടുക്കും കോടതിയിൽ. അങ്ങനെ 20 30 ദിവസമായി, 40 ദിവസമായി, 50 ദിവസമായി. അപ്പോഴത്തേക്ക് എൻ്റെ പിന്നെ ഫിസിക്കലി ഞാൻ വല്ലതായി. കാരണം അവിടുത്തെ ആഹാരമൊക്കെ വല്ലാതെ അങ്ങോട്ട് പൊതുവടി ഉറക്കമില്ല. ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ പൊതുവടി ഭയങ്കര ശല്യമൊക്കെ ഉണ്ട്. അവിടെ പൊതുവലയോ പൊതുവിരുന്ന് വയ്ക്കാൻ ഒക്കത്തില്ല. എല്ലാം സബ്മിറ്റീവ് ആയിരിക്കണം. പൊതുവിനെ നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കാനേ പറ്റും. അല്ലാതെ നമ്മള് പ്രതിരോധിക്കാന് നമ്മൾ ഉറങ്ങാതിരിക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോ വല്ലാത്തൊരു കോലം ആയിരുന്നു എൻ്റെ അവസ്ഥയായിപ്പോയത്. ശാരീരികമായിട്ടും ഇതൊക്കെ അതാണ് UK ജയിലെ ശിക്ഷയാണ്. അങ്ങനെ ഞാന് 52 ദിവസം ആയപ്പോൾ മെസ്സേജ് അവിടെ ആളെത്തി, നിങ്ങളുടെ ജാമ്യം റെഡിയായിട്ടുണ്ട്, നിങ്ങൾ നാളെ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പുറലോകം 51 ദിവസം കഴിഞ്ഞാണ് ഞാൻ പുറലോകം കാണുന്നത്. ഞാൻ ഇറങ്ങി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അങ്ങനെ 52 ദിവസത്തെ ജയിൽവാസത്തില്
ജയിലിലൊരു സന്തോഷം പകർന്നു കൊടുക്കുവാൻ ദൈവദാസന് യേശുക്രിസ്തുവിൻ്റെ സന്തോഷം ജയിലിൻ്റെ ആ ഉള്ളറകളിൽ പകർന്നു കൊടുക്കുവാൻ ദൈവദാസൻ്റെ ജീവിതത്തിലൂടെ യെസ് യെസ് ദൈവം യെസ്. ഇടയാക്കി. അതെ, യേശുക്രിസ്തു എന്ന വെളിച്ചത്തെ അവിടെ പകർന്നു കൊടുക്കുവാൻ ഇടയാക്കി തീർത്തല്ലോ. ദൈവദാസൻ പൗലോസ് പറയുന്നത് പോലെ എപ്പോഴും സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. ജയിലിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് അത് പറഞ്ഞത്. അതെ. വാക്കുകളിലൂടെയൊക്കെ നമുക്ക് പറയാൻ പറ്റും, പക്ഷേ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അത് കടന്നു വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണെന്നാൽ കർത്താവിൻ്റെ ദാസൻ അങ്ങനെ ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ കർത്താവ് അവിടെ ആക്കി തീർത്തല്ലോ. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ ദൈവദാസൻ എങ്ങനെയായിരുന്നു? ആ പുറത്ത് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പുറലോകം കാണുന്നത്. ഞാൻ ഈ ജയിലിൽ നിന്ന് നമ്മള് സൈഡ് വ്യൂ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല. പുറത്ത് നമ്മളെ ആ എങ്ങനെയാണ്, നമ്മുടെ ഭവനം എങ്ങനെയാണ്, ഫാമിലി എവിടാണ് ഒന്നും നമ്മൾ പിന്നെ വിശ്വാസിൽ അങ്ങോട്ട് പോയി നമ്മള് പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഇത് ആരാ നമ്മളെ ഇന്ന് പിന്നെ പ്രവർത്തിച്ചത്. ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ പുറത്തിറങ്ങിയ ഉടനെ അനേക വാഹനങ്ങൾ റെഡിയായിട്ട് കിടക്കുമായിരുന്നു എന്നെ കൊണ്ടുപോകാൻ. ദൈവദാസന്മാരും ദൈവമക്കളും മാലയും കൊണ്ടൊക്കെ നിൽക്കുക. അപ്പോഴേ എനിക്ക് മനസ്സിലാക്കി ഇത്ര വൈറലായോ. ഞാൻ വിചാരിക്കുന്നില്ല ഇത്ര ഈ സംഭവം ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യം. ഞാൻ ജയിലിൽ കഴിഞ്ഞ് അറിയുന്നില്ലല്ലോ. അപ്പൊ ഇത് ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഇത് വലിയ രീതിയിൽ ഇന്ത്യയിൽ വൈറലായ ആൾക്കാർ ഷെയർ ചെയ്യുകയും എനിക്ക് വേണ്ടി ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ വേൾഡ് ലോകം ഒട്ടാകെ എനിക്ക് വേണ്ടി ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ച് എന്നെ ഇത്ര ദൈവമക്കൾ സ്നേഹിക്കുന്നെന്നും എന്നെ ദൈവമക്കൾ ഇത്രയും അംഗീകരിച്ചും സ്നേഹിക്കുന്നെന്നും ദൈവസ്നേഹമൊക്കെ ഞാൻ പിന്നാണ് തിരിച്ചറിഞ്ഞത്. യാതൊരു പരിചയമില്ലാത്ത ദൈവാസന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പൈസ മുടക്കുകയും എനിക്ക് വേണ്ടി ആൾജാമ്യം നിൽക്കുകയും എന്നെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ജാമ്യം കിട്ടാൻ താമസിച്ചതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡേറ്റിലെല്ലാം വക്കീലന്മാർ മരിക്കുക. എൻ്റെ ആദ്യത്തെ ഡേറ്റിൽ ഒരു വക്കീൽ മരിച്ചുപോയി. രണ്ടാമത്തെ ഡേറ്റിൽ നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടർ നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ മരിച്ചുപോയി. പിന്നെ ജയിലിലെ കാര്യം കോടതിയിലെ കാര്യം ഓൾമോസ്റ്റ് ഓക്കെ വന്നപ്പോൾ തഹസിൽദാർ ഈ ആൾജാമ്യത്തിന് തഹസിൽദാർ സൈൻ വേണം. ആ തഹസിൽദാർ മരിച്ചുപോയി. 3 പേരാണ് ഇതിൽ പുലിവാലി പിടിച്ചു കണക്കായിപ്പോയി. തഹസിൽദാരും മരിച്ചുപോയി. അങ്ങനെ പിന്നെ പുതിയ തഹസിൽദാരൊക്കെ വന്നിട്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞ ഇങ്ങനെ ഒരു കേസ് ഞങ്ങളെ ഇട്ടിട്ടില്ല. അതുപോലെ ആയിരുന്നു. അതായത് ഭയപ്പെട്ടു പോയി. വലിയ മിറാക്കിൾസ് ഒക്കെ അവിടെ നടന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീണ്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരാഴ്ചക്ക് അകത്ത്. അവിടെ ചെന്നപ്പോഴാണ് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചൂടായ പല പോലീസുകാരും ട്രാൻസ്ഫർ ആയി പോയി. പിന്നെ എനിക്ക് കസറയിട്ട് തന്ന് ചായ വരുത്തി പോലീസുകാർ. ഭയങ്കര റെസ്പെക്ട് എനിക്ക് കിട്ടി. പിന്നെ ആ പോലീസ് സ്റ്റേഷനിലും ഞാൻ ഏത് വഴി കിടന്ന് നടന്നു പോയോ, വിലങ്ങ് വെച്ച് നടന്നു പോയോ, ആ സ്ഥലത്ത് ആൾക്കാരെല്ലാം വന്ന് എനിക്ക് കൈതരികയും എന്നെ നിങ്ങൾ ഇവിടുന്ന് പോകരുത് എന്നൊക്കെ പറഞ്ഞ് പലരും കണ്ണുകൾ നിറയായിരുന്നു. എന്നാൽ ആ നാട്ടുകാരെ മോളെവിടാ, ഞങ്ങളെ പറ്റി അന്വേഷിക്കുകയും ഞങ്ങൾ ജയിലിൽ വരാൻ വേണ്ടി ഇരുന്ന എന്നൊക്കെ പറഞ്ഞ് വളരെ വല്ലാത്തൊരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പിന്നെ എന്നെ ജയിലിൽ നിന്ന് നേരെ ഇറങ്ങിയ സ്ഥലത്ത് നേരെ കൊണ്ടുപോകുന്നത് വാരാണസിയെ കൊണ്ടുപോയത്. വാരാണസി അത് 100 കിലോമീറ്റർ വരും ജയിലിന്റെ അവിടെ നിന്ന്. എനിക്ക് ആദ്യത്തെ സ്വീകരണം അവിടെ ആയിരുന്നു. എന്നെ ജയിലിൽ നിന്ന് ഇറക്കിയത് ADF എന്നൊരു സംഘടനയാണ്. ADF ആൻഡ് IUC, ഇന്ത്യ യുണൈറ്റഡ് ക്രിസ്ത്യൻസ്. ഈ 2 സംഘടനക്കാരാണ് എനിക്ക് വേണ്ടി വക്കീലിന് നിയമസഹായവും ഫൈനാൻഷ്യൽ സഹായവും ഒക്കെ തന്ന് അവരാണ് ഇതെല്ലാം ചെയ്തത്. ഞാനൊന്നും അറിയുന്നില്ല. എനിക്ക് വേണ്ടി എല്ലാം അവർ തന്നെ ഓടുക ചെയ്തത്. അവര് അതിനുവേണ്ടി ഓടി 52 ദിവസം അവർ ഓടി അതിനുവേണ്ടി പ്രവർത്തിച്ച ദൈവാസന്മാരാണ് UP-യിലെ ഉള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ദൈവാസന്മാരും നമ്മുടെ ഇന്ത്യയിലെല്ലാം പ്രാർത്ഥന, എല്ലാ ദൈവമക്കളും ആ ഒരു പ്രാർത്ഥനയുടെ ഐക്യതയും സന്തോഷവും സ്നേഹവും ദൈവസ്നേഹവും. അപ്പൊ ഞാൻ ജയിലിൽ വെച്ച് തന്നെ ഞാൻ ഇതുപോലെ ചെന്ന് കയറി വ്യാകുലപ്പെട്ട് ദൈവമേ വളരെ ടെൻഷൻ ഉണ്ടായി. വീട്ടുകാരെ ഓർത്ത് എല്ലാം ഒറ്റയടിക്ക് ഇട്ടിട്ട് പോവേണ്ടി വന്ന് വീടിന്റെ അവസ്ഥ എങ്ങനെയായി തീരും. പിന്നെ ഒന്നും എനിക്കറിയാം. എന്നെ ആര് ഇറക്കും, ആര് ഹെൽപ്പ് ചെയ്യും,
വലിയ UP-യിലൊക്കെ ജയിലിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടൊക്കെ നമുക്ക് പിടിപാട് വേണം. അപ്പോഴറിയാം ദൈവത്തിന്റെ ആത്മാവ് രാത്രിയിൽ എന്നെ സംസാരിച്ച വചനമാണ് യെശയ്യാവിൽ 41:10. ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ എന്നെ സഹായിക്കും, ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമായിരുന്നു ഈ സഹായം, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലായ. യാതൊരു എനിക്ക് പരിചയമില്ലാത്ത ദൈവാസന്മാര് നേരത്തെ പരിചയമുള്ളതുപോലെ എന്നെ വിളിക്കുകയും അത് എന്നെ സഹായിക്കുകയും അതുപോലെ പിന്നെ ഈ ജയിലിലെ ചെലവിന്റെയും മറ്റ് ഒരുപാട് പൈസ ഈ അവിടൊക്കെ അങ്ങനെ നമ്മള് പിന്നെ ഒരു സൈനിന് വേണ്ടി തന്നെ നമുക്ക് ഒരുപാട് പൈസ 10, 20, 30,000 രൂപ ഒക്കെ കൊടുത്താലൊക്കെ ഒരു സൈന്യത്തിന് ഇട്ട് തരത്തില്ല. അങ്ങനെ നമ്മൾ ടോർച്ചർ ചെയ്യുന്നത് നമ്മളോട് പ്രത്യേകിച്ച് മലയാളീസിനോടൊക്കെ അവരുള്ള അധികാരികളൊക്കെ ചെയ്യുന്നത്. അപ്പോഴ് അതെല്ലാം എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം സമയത്ത് തന്നെ ദേവാസന്മാര് ഇടപെടുകയും ഡൽഹിയില് ഉള്ള ചില ദേവാസന്മാര് നാട്ടില് ഇടപെടുകയും എനിക്ക് ആദ്യത്തെ സ്വീകരണം എനിക്ക് ഇവിടെ വാരാണസി വെച്ചായിരുന്നു. അവിടെ വെച്ച് ഒരുപാട് ദിവസം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, സ്വീകരിച്ച്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, കർത്താവേ, അങ്ങയുടെ സ്നേഹം എന്നെ ഒരു കിരീടം പോലായിരുന്നു ഞാൻ ജയിലിൽ. എന്ന് പറഞ്ഞാല് സൗഭാഗ്യം, ഒരു വലിയൊരു പ്രിവിലേജ് ആയിരുന്നു ജയിലിൽ എന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ആ കുറെ കഷ്ടതയും കുറെ ഞാൻ പിന്നെ ഉറക്കോളപ്പം ഇതൊക്കെ സംഭവിച്ചെങ്കിലും അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. ആരും അറിയാത്ത പെട്ടെന്ന് ഞാൻ ഇത്ര നാള് 10-20 വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ദൈവലായിരുന്ന ആളാണ്. ആർക്കും അധികം അറിയത്തില്ലായിരുന്നു. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം ദൈവത്തിന്റെ സ്നേഹവും അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ മാനിക്കാനുള്ള ദൈവം അങ്ങനെ കൊണ്ടുപോയാണ് ജയിൽ സുവിശേഷം പറയാൻ. ദൈവം തന്നെ ഓൾറെഡി ഇതെല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്തത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ജയിലിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് അറിയാനില്ല ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന ആളെ എന്ന് പറഞ്ഞ പോലെ എല്ലാം വെൽ പ്ലാൻഡ് ആണ് കർത്താവിന്റെ എനിക്ക് മനസ്സിലായി. അപ്പോഴ് പിന്നെ അവിടുന്ന് വാരാണസിന്ന് എന്നെ വളരെ നല്ല ബഹുമാനത്തോടെ അവർ എന്നെ അവിടുന്ന് വിടുകയും അവിടുന്ന് പാട്ന 4 മണിക്കൂർ ട്രെയിനിൽ അവിടുന്ന് എല്ലാം ടിക്കറ്റ് എല്ലാം അവർ ഓൾറെഡി എല്ലാം എടുത്തു വെച്ചിരുന്നു. എന്നെ AC-യിലെ പാട്ന സ്റ്റേഷനിൽ വൻ ജനാവലി ആയിരുന്നു. ആ ഏരിയയിൽ ദിവാസമ ദൈവമക്കൾ വൻ ജനാവലിയോടെ എല്ലാവരും നോക്കുക എന്തോ സംഭവിച്ചേ. ഉള്ള സ്റ്റേഷനിലെ ആൾക്കാർ മാലയൊക്കെ ഇട്ട് തന്നെ ലോകകപ്പ് ഒക്കെ ജയിച്ചു വരുന്ന പോലെ ഉള്ളൊരു അനുഭവം എനിക്ക് തോന്നി. എനിക്ക് പോലും മനസ്സിലാവണം. അതുകൊണ്ട് വല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് തോന്നി. ദൈവമേ, ഞാൻ 52 ദിവസം ജയിലിൽ കിടന്നതിനാണ് കർത്താവായിരിക്കും ഇത്ര എന്നെ മാനിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് പാട്നയിൽ ഒരു ആഴ്ച താമസിച്ചു, ഫ്രഷായി, ആഹാരമൊക്കെ കഴിച്ചു, ബലപ്പെട്ടു. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. നല്ല ആഹാരമൊക്കെ കഴിച്ച് ബലപ്പെട്ട് എന്നെ അവിടുന്ന് പാട്നയിൽ നിന്ന് എറണാകുളത്ത് എത്തിച്ചു. എറണാകുളത്ത് നിന്ന് ബൈ റോഡ് അനേക വാഹനത്തിന്റെ അകമ്പടിയോടാണ് എന്നെ കൊട്ടാരക്കരയിൽ എത്തിച്ചത്. അനേക ദേവസ്വന്മാർ, കേരളത്തിലെ അനേക ദേവസ്വന്മാര് വല്ലാത്തൊരു വലിയ പ്രൗഡ് മൊമെന്റും സന്തോഷവും കണ്ണു നിറഞ്ഞു പോകുന്ന അനുഭവമായിരുന്നു. കാരണം ഞാനൊരു അത്ര എനിക്കൊന്നും കൊഴാനൊന്നുമില്ല. പക്ഷേ ദേവാസന്മാര് ഇത്രയും വാഹനങ്ങളോടെ എന്നെ സ്വീകരിക്കണമെങ്കിൽ ദൈവമേ, ഞാൻ എന്താണ് ചെയ്തത്? നോർത്ത് ഇന്ത്യയിൽ ഇത്ര നാൾ ദൈവവേല ചെയ്തതിന്റെ ആ ബഹുമാനമാണ് ഞാൻ അവർക്കെല്ലാം ഞാൻ കടംപെട്ടിരിക്കുകയാണ്. ഞാൻ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഞാനൊന്നുമില്ലാതെ എനിക്കൊന്നും ഒന്നും പുകഴാനില്ല. പക്ഷേ ദേവാസന്മാർ അവരുടെ സമയവും പെട്രോൾ അടിച്ച് അവര് എന്നെ വീട്ടിലെച്ച് എത്തിച്ച് ടിക്കറ്റ് എല്ലാ കാര്യവും ഒന്നും അറിയണ്ടായിരുന്നു. വീട്ടിൽ എത്തിച്ചത് വരെ ഞാൻ എന്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം അങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഇത്ര ദിവസമായി ഒന്നുമില്ല. ജയിലിൽ നിന്ന് ഇറങ്ങി അതേ ഡ്രസ്സ് വീട്ടിലോട്ട് ഞാൻ വന്നു. ഡ്രസ്സായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ, എനിക്ക് എല്ലാ ഡ്രസ്സ് കാര്യങ്ങള് ബാഗ് എനിക്കെല്ലാം ആദ്യം മുതൽ എൻ്റെ സാധനം എല്ലാം വാങ്ങി ദേവാസന്മാരെല്ലാം ബീഹാറിലെ UP-യിലെ ദേവാസന്മാരെ എല്ലാം തന്നു. ഒന്നിനും പേടിക്കണ്ട, ഞാൻ ദൈവത്തിന്റെ സ്നേഹം, ഞാൻ കർത്താവ് വന്ന് ദൈവത്തിന് ഐ വിൽ ഹെൽപ്പ് യു, ഇതിനെ സഹായിക്കുന്നു, ശക്തീകരിക്കും. അപ്പൊ ദൈവത്തിന് ആ സ്നേഹം ദൈവത്തിന്റെ സ്നേഹമായിരുന്നു.
എന്നെ ആൾക്കാർ എന്നെ അത്ര ദൈവസ്നേഹം, അത് സഭാവ്യത്യാസം തന്നെ. യാതൊരു സഭയോ മറ്റു യാതൊരു സംഘടനയുടെ ഒന്നും വ്യത്യാസമില്ലാതെ ദൈവമക്കള് എന്നെ നാട്ടില് കൊട്ടാരക്കര എന്നെ വീട്ടിലാണ് അപ്പോഴത്തേന് വീട്ടിലൊക്കെ ഭയങ്കര പന്തലൊക്കെ ഇട്ട് അവിടെ നാട്ടുകാർ വലിയ ജനാവലിയായിരുന്നു അവിടെ എന്നെ കാണാൻ. കാരണം ഈ വാർത്തയിലൊക്കെ കണ്ട് കേട്ട ആൾക്കാർ ഇങ്ങനെ ഇരിക്കും, എന്നെ അടിച്ചോ, എന്നെ വളരെ ആൾക്കാർ പാനിക്കായി. പിന്നെ വീട്ടിലിങ്ങനെ ഞാൻ ജയിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടില് പാർട്ടിക്കാര് മറ്റു നാട്ടുകാര് പല ആൾക്കാർ പല ഏരിയ ഡെയിലി വന്നുകൊണ്ടിരിക്കുമായിരുന്നു വാർത്ത അറിഞ്ഞ്. പിന്നെ വീട്ടുകാര് പപ്പയൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഈ സംഭവം കേരളക്കര ആകെ അനേക നിവാസന്മാര് എനിക്ക് പരിചയപ്പെടുവാനും എന്നെ വിളിക്കുവാനും ഇടയായി. അത് വലിയൊരു ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള ഒരു കരുതലും പ്ലാനിങ്ങുമായിരുന്നു. അല്ലാതെ എന്നെ ദൈവം മാനിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ടാണ് അല്ലെ എന്നെ ആ ജയിലില് സുശേഷം പറയാൻ വേണ്ടി എന്നെ കൊണ്ടുപോയതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ എന്നെ 15 ദിവസം കൊണ്ട് വിടാറ് നല്ലതായി. 50 10 ദിവസം കിടന്നാലും എനിക്ക് കുഴപ്പമില്ല, എക്സ്ട്രാ കിടന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാ മതക്കാരും ഒരുമിച്ചായിരുന്നു യാത്ര. കാരണം അത്ര അവർക്ക് ഞങ്ങൾ സ്നേഹമായിരുന്നു എല്ലാവരോടും. ഞങ്ങൾ അങ്ങനെ അനേകർക്ക് ആശ്വാസം, എല്ലാ മതക്കാരും സുശേഷം പറയാനും ഇടയാക്കി. അത് വലിയൊരു മിനിസ്ട്രി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തോ അല്ലെ എന്നെ അയ്യോ എന്നെ പിടിക്കൊണ്ടുപോയി ഒരിക്കലും ഞാൻ അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് അല്ലെങ്കിൽ പാനിക്കാൻ ഞാൻ വളരെ ജയിലിൽ ആരുടെ പരാതി പരിഭവം പറയാതെ അങ്ങനെ നമ്മൾ അങ്ങനെ ഡൗൺ ആയി അവിടെ കാണിക്കരുത്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെല്ലുന്നത്, നമ്മൾ സുശേഷമായി ചെല്ലുന്നത്. യെസ്, ഞാൻ സുശേഷം പറഞ്ഞു തന്നെ പറഞ്ഞു. അങ്ങനെ അവരോട് അത് എവിടാലും അങ്ങനെ സുശേഷം പറഞ്ഞിട്ട് ഒരിക്കലും നമ്മള് റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കർത്താവിന് മരിക്കുന്നത് സന്തോഷത്തോടെ മരിക്കണം, അതാണ് പ്രതിഫലം കിട്ടുന്നത്. അതിന് അവിടുന്ന് ജയിലിൽ അനുഭവിച്ച സന്തോഷം ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. 52 ദിവസം ഞാൻ കിടന്നുള്ളൂ. എന്നെക്കാൾ എത്രയോ പേര് ജയിലിൽ കിടന്ന് മരിച്ചവരുണ്ട്. അല്ലെങ്കിൽ 9 മാസം 8 മാസം 6 മാസം 1 വർഷം കിടന്ന നിവാസന്മാരുണ്ട്. അപ്പൊ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ വലിയ വിഷയമല്ല എന്ന് ഞാൻ കാണുന്നത്. നമ്മളെക്കാളിൽ കഷ്ടപ്പെട്ട നിവാസന്മാരുണ്ടെന്ന് ഓർത്ത് നമ്മൾ ദൈവം സന്തോഷിക്കണം. ദൈവമേ ഇതൊന്നും ഒന്നുമില്ല, നമ്മുടെ കർത്താവ് സഹിച്ചതൊക്കെ ഓർത്ത് ഈ കഷ്ടത ഒന്നുമില്ല. അങ്ങനെ ഞാൻ സ്വയം ധൈര്യപ്പെടുക ചെയ്തത്. അപ്പൊ എനിക്ക് കരയാൻ തോന്നിയില്ല. കർത്താവ് അനുഭവിച്ച പീഡനം ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ എന്തിനാണ് ഇങ്ങനെ. അപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അത് ഞാൻ ഒരിക്കലും പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്നും കൂടെ ഇമോഷണലായി കരഞ്ഞ് കാണിക്കണം, അടി കൊണ്ടെന്ന് തന്നെ പറയാൻ പറഞ്ഞു. ഞാൻ എല്ലാവരും അടിച്ചിട്ടില്ല, ഇതിനെ കള്ളം പറയുന്നത്. അങ്ങനെ ഇമോഷണൽ ആവേണ്ടല്ല ദൈവ സുശേഷകല്ല. ഞാൻ പറയാൻ സത്യമാണ്, എന്നെ അടിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ പല ഇന്റർവ്യൂവിൽ ആൾക്കാർ പറഞ്ഞത് അടിച്ചെന്നങ്ങ് പറഞ്ഞേക്കാം, ഒരു ഭാഷ എടുത്ത് പറയാ. ഞാൻ അടി കൊള്ളുമ്പോ അറിയാം അതിന്റെ അവരൊക്കെ ഒരാളല്ല അടിക്കുന്നത്, 50-ഉം 100-ഉം ഒരുമിച്ച് ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ മുതലാവത്തില്ല. അതുകൊണ്ട് ദൈവം ഈ അടിക്കാൻ ഏൽപ്പിക്കുക, നമ്മള് ശരീരത്ത് ഫിസിക്കലി ടോർച്ചർ ചെയ്യാൻ അനുവദിച്ചില്ല. അപ്പോൾ അങ്ങനെ തന്നെ പറയാ. പിന്നെ അതില് അങ്ങനെ ഞാൻ പിന്നെ എന്നെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. എന്നെ ഹെൽപ്പ് ചെയ്തത് ഹിന്ദു സഹോദരന്മാരാണ്. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മുസ്ലിം സഹോദരൻ ഹെൽപ്പ് ചെയ്തു. ഞാൻ സിക്കന്ദർപൂരിൽ അല്ലെ, ഞാൻ UP-യിൽ 12 വർഷമായിട്ട് എന്നെ കൂടുതൽ എന്റെ ഹെൽപ്പെല്ലാം അവർ തന്നെ ആയിരുന്നു. പക്ഷെ ചില ഇങ്ങനെയുള്ള ആൾക്കാർ വിരോധികളാണ്, സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുകയും ഭാഷന്മാരെ അടിക്കുക. എല്ലാവരും അല്ല, ഒരിക്കലും എല്ലാവരും പിന്നെ ക്രൂവലാണോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഞാൻ താമസിക്കുന്ന ഒരു മുസ്ലിങ്ങളുടെ വീട്ടിലും എന്റെ സറൗണ്ടിങ് ഹിന്ദുക്കളുമാണ്. ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ കഴിയുന്നു. അതുകൊണ്ട് ദൈവരൊക്കെ അനുഗ്രഹിക്കട്ടെ. അവരെ കൊണ്ട് അവർ ഈ സുശേഷന്റെ സ്നേഹം അറിയട്ടെ, ഐക്യതയോടെ പോട്ടെ. അങ്ങനെ ഇന്നും പ്രാർത്ഥിക്കുന്നു. അല്ല ആരെയും കുറ്റം പെടുത്താനോ അതായത് അവര് പരിഭവം പറയാൻ ഞാൻ തയ്യാറല്ല. ദൈവരെല്ലാം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ പാസ്റ്ററെ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. കർത്താവിൻ്റെ ദാസന ദൈവത്തിൻ്റെ വചനം പോലെ ആ ഒരു സിറ്റുവേഷൻ പ്രതികരിക്കുവാനുള്ള ഒരു വലിയ ദൈവകൃപ പരിശുദ്ധ കർത്താവ് തന്നു. എല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ ആ ജയിലിൽ കിടന്നതൊരു വലിയ നന്മയും ഒരു അനുഗ്രഹവും ഒരു ബഹുമാനവും ഒക്കെയായി. ഏത് റോഡിലൂടെ കയ്യിൽ വിലങ്ങിട്ടൊരു വലിയ കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയ അതുവഴിയെല്ലാം
വലിയ ബഹുമാനത്തോട് നടന്നു തിരിച്ചു പോകുവാൻ 2 മാസങ്ങൾക്ക് ശേഷം കർത്താവ് വഴികളെ തുറന്നല്ലോ. ദൈവം എത്രയോ വലിയവനും സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം വാഗ്ദത്തം ചെയ്താൽ മാറുന്ന കർത്താവല്ല. ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ ആ വാഗ്ദത്തം അതുപോലെ നിവർത്തിക്കുവാനിടയായി തീർന്നു. ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഓരോരോ പദ്ധതിയും ഉദ്ദേശവുമാണല്ലോ. കർത്താവിൻ്റെ ദാസനെ പിന്നെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വേലയിൽ പിന്നെയും അതിശക്തിയോടെ കൂടെ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ. എത്രത്തോളം സമയം ഞങ്ങളോടൊപ്പമായിരുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. ദേവദാസനൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തോ താങ്ക് യു. എനിക്കും വളരെ സന്തോഷം എന്നെ ഇതിൽ ക്ഷണിച്ചതിന്. പ്രത്യേകം നന്ദി. ഇതിൽ എല്ലാ മെമ്പേഴ്സിനും, എല്ലാവർക്കും, എൻ്റെ ഓഫീഷ്യൽസ് എല്ലാവർക്കും, അഡ്മിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി. വീണ്ടും പ്രാർത്ഥിക്കണം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ജാമ്യത്തിലാണ്. ഇനി കേസ് ട്രയലിലൊക്കെ ആകാൻ പോവുകയാണ്. അതിന് പ്രാർത്ഥിക്കണം. ഇനി പോരാട്ടം തുടരും. നമ്മൾ ഒരിക്കലും വിട്ടുപോകുന്നില്ല. ഇനി യുപിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ലൈഫ് ലോങ് ടിൽ ഡെത്ത് വരെ ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഭയപ്പെട്ടോ പേടിച്ചോ ഒന്നും നാട്ടിൽ പോവോ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ വിട്ടുവന്ന അല്ല ഡിസിഷൻ. അങ്ങനല്ല. ദൈവത്തിന്റെ ഇഷ്ടം. ഞാൻ എൻ്റെ ഡിസിഷൻ അനുസരിച്ച് നോർത്ത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കും എൻ്റെ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന റിക്വസ്റ്റ് എന്നാൽ ഈ കേസ് വാഷ് ഔട്ടായി പോകണം. കേസ് വാഷ് ഔട്ടായി പോകണം. അതിനുവേണ്ടി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. കേസ് അതെല്ലാം മാറി ഞാൻ ഫ്രീ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഓക്കെ പാസ്റ്റേ, നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം കേൾക്കുന്നവരൊക്കെ ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഇത്രത്തോളം നടത്തിയ കർത്താവ് ഇനിയും ബാക്കി കാര്യങ്ങൾ നന്നായി ചെയ്തു തരും. കർത്താവിൻ്റെ നാമം ആ ദേശത്ത് കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായി കർത്താവിന് വേണ്ടി അതിശക്തിയോടെ ശോഭിപ്പാൻ, അനേകായിരങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാൻ, യേശു ക്രിസ്തു എന്ന സമാധാനത്തെ, യേശു ക്രിസ്തു എന്ന സന്തോഷത്തെ ആ ദേശത്ത് പകർന്നു കൊടുക്കുവാൻ, യേശു ക്രിസ്തു എന്ന വെളിച്ചം അനേകർക്ക് ഹല്ലേലൂയ കാട്ടി കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. ദൈവദാസൻ ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ കർത്താവെ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്ന് കർത്താവെ ഞങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കർത്താവെ പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനായ സ്തോത്രം. ദൈവമേ, ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് വലിയൊരു ഗ്രേറ്റ് കമ്മീഷൻ തന്ന് കർത്താവെ ലോകത്തിൽ എല്ലായിടത്തും സുവിശേഷം എത്തിക്കുവാനുള്ള വലിയ ദൗത്യം തന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ അനേക ദേവദാസന്മാർ കർത്താവെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വേല ചെയ്തതിനാൽ കർത്താവെ ദൈവമേ, ആമേൻ, ഹല്ലേലൂയ, അങ്ങയുടെ സത്യസുവിശേഷം കർത്താവെ അറിയിക്കാൻ വേണ്ടി അനേക തന്റെ ജീവൻ വരെ കൊടുത്ത് പോരാടിയ ഒരു മേഖലയാണ് കർത്താവെ. ആ ഒരു സുവിശേഷ ദീപം കെട്ടുപോകാതെ അത് ഏറ്റെടുത്തുകൊണ്ട് ഇനിയും അനേക മിഷണറിമാര് ഇന്ത്യയുടെ മാത്രം ലോകത്തിന്റെ വിഭാഗങ്ങൾ പോകാനുള്ള കർത്താവെ ഹല്ലേലൂയ, ആമേൻ, കൃപ നിയമം കർത്താവ് പകരമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകം ഈ ജോയ്സ് ടിവിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യൻ മിഷണറിമാരെ കർത്താവെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം കൊടുക്കാനുള്ള ഈ ആമേൻ ഡിസിഷൻ കർത്താവെ, ഈ ആമേൻ പദവി ദൈവം കൊടുത്തതിനായി സ്തോത്രം. ദൈവം ഈ ജോയ്സ് ടി വി അനുഗ്രഹിക്കണം. ഇതിന്റെ എല്ലാ പ്രവർത്തകരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിലെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളൊരു ഹല്ലേലൂയ പ്രൈസ് ലോർഡ് മനുഷ്യരുടെ രാജ്യമല്ല, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കർത്താവെ ഹല്ലേലൂയ. അനേകർക്ക് കർത്താവെ ആശ്വാസമായി കർത്താവ് പ്രാർത്ഥന ഹല്ലേലൂയ കൂട്ടായ്മ കർത്താവെ ഈ ടിവിയിൽ കൂടെ അനേകർ ചേർന്ന് പ്രാർത്ഥിക്കുവാനും വിഷയങ്ങൾ ഏറ്റെടുക്കുവാനും ഇന്ത്യ തന്നെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥന ഗ്രൂപ്പാക്കി കർത്താവെ മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രവർത്തനത്തെ ദൈവം ഇനിയും മാനിക്കണം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ഇനിയും അനേക വില്ലേജുകളിൽ ആരും അറിയാതെ കിടക്കുന്ന ദേവാസന്മാരുണ്ട് കർത്താവെ. അങ്ങനെയുള്ളവരെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ കാണുവാനും കർത്താവെ ആമേൻ ആ ദേവാസന്മാർക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ ടി വി ദൈവം ഇനി ഇതിൽ പരം ഇനി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇതിൽ അനേകർ ആശ്വാസം പ്രാപിക്കണം. അനേകർ കർത്താവെ ആമേൻ ഹല്ലേലൂയ സൗഖ്യം പ്രാപിക്കണം കർത്താവെ. അനേകരുടെ കടഭാരം പോകണം. അനേകരുടെ കുടുംബങ്ങൾ കർത്താവെ ഭദ്രമാകണം. അനേകരുടെ കർത്താവെ വിഷയങ്ങൾ പേഴ്സണലി ആയാലും കർത്താവ് അനേക വിഷയങ്ങൾ സോൾവ് ആകുന്ന
അനേകർ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ആമേൻ സുവിശേഷങ്ങൾ സമർപ്പിക്കപ്പെടുന്ന അങ്ങനെ വൻ അത്ഭുതങ്ങൾ ഈ ടി വി മുഖാന്തരം പല കുടുംബങ്ങളിലും ഹൃദയങ്ങളിലും പല നാടുകളിലും സംഭവിക്കാൻ വേണ്ടി നീ അവിടുന്ന് കർത്താവ് ഈ ടി വിയെ നിന്റെ പ്രവർത്തകരെ നീ ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതിൽ ആര് ജോലിച്ചവർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നിന്നെ അവരെ കർത്താവെ കർത്താവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ കർത്താവെ ഞാൻ ഈ പ്രേക്ഷകരെയും പ്രവർത്തനങ്ങളെയും എല്ലാം ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ്. എല്ലാ വിഷയങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മകൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ആമേൻ ആമേൻ ആമേൻ.